എല്ലാവർക്കും നമസ്കാരം. ക്യൂ ലൈഫിന്റെ പരിശീലന പരമ്പരയിലെ പോസിറ്റിവേഷൻ എന്ന് പറയുന്ന ഈ പരിശീലന പരിപാടിയിലേക്ക് ചേരാൻ ഇതറിയാനായിട്ട് വന്ന എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നാളെ രാവിലെ മുതൽ ചെയ്തു തുടങ്ങുന്ന കോഴ്സിനെ പറ്റിയുള്ള ഇൻട്രൊഡക്ഷൻ ആണ് ഇന്ന് നൽകാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വർഗീസ് ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ നാഷണൽ കോർഡിനേറ്റർ ആണ്. അദ്ദേഹം ഡൽഹിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. നമ്മളെ കുറിച്ചുള്ള ചെറിയൊരു വിശദീകരണം നൽകുന്നതായിരിക്കും. വർഗീസ് ചേട്ടൻ നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വർഗീസ് മാത്യു. ഇപ്പൊ ഡൽഹിയിലാണ്. ഈ ഒളിമ്പസുമായിട്ട് ഒരു 9 വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്നു. അപ്പൊ നമ്മുടെ ഇവിടത്തെ ഈ ഗ്രീൻ ക്രോസ് ഫൗണ്ടേഷൻ സെന്റർ ഫോർ ഡീപ്പ് എക്കോളജി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ മെയിൻ പരിപാടികൾ എന്ന് പറഞ്ഞാൽ നമ്മള് സുസ്ഥിരതയെ പറ്റിയിട്ടുള്ള ഒരു ഗവേഷണ കേന്ദ്രമായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രാക്ടിക്കലായിട്ട് നമ്മളൊരു ഇക്കോ വില്ലേജ് നിർമ്മിക്കുന്നതിന്റെ ഒരു പ്രവർത്തനത്തിലാണ്. അപ്പൊ അതില് നമ്മള് സുസ്ഥിര സമൂഹം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു ആശയമാണുള്ളത്. അപ്പൊ ഈ സുസ്ഥിര സമൂഹത്തില് ഈ സന്തോഷ് പൊന്നിയൊക്കെ കുറെ കാലമായിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ അവർക്ക് ഇതുപോലൊരു സുസ്ഥിര സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് പ്രാക്ടിക്കലായിട്ട് വന്നിട്ടുള്ള, കാരണം അവർ കമ്മ്യൂണൊക്കെ നടത്തിയിട്ട് പല രീതിയിൽ ഇതുമായിട്ട് പ്രാക്ടിക്കൽ നോളജ് ഉള്ളതാണ്. അപ്പൊ ആ സുസ്ഥിര സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ പ്രാക്ടിക്കലായിട്ട് വരുന്ന പ്രോബ്ലംസിനെ അറിഞ്ഞിട്ട് അതിന് വേണ്ട തരത്തിലുള്ള കുറെ പഠന പരിശീലനങ്ങളും രൂപം കൊടുത്തിട്ടുണ്ട്. അതിലൊന്നാണ് പോസിറ്റിവേഷൻ. പോസിറ്റിവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം തന്നെ എന്തിനായി പോസിറ്റിവിറ്റി ചെയ്യുന്നതെന്ന് ആലോചിക്കാം. കാരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ഷനില്ല. എപ്പോഴും നമ്മൾ കാണാറുണ്ട്, അത് തർക്കം ഉണ്ടാകുന്നുണ്ട്, തമ്മിലുള്ള ബന്ധങ്ങൾ ഉലയുന്നത് കാണാം. പല വിധത്തിലും നമ്മൾ ഈ പോസിറ്റിവേഷന്റെ ആ ആവശ്യകത എല്ലായിടത്തും കാണുന്നുണ്ട്. കാരണം ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ആ ഒരു ക്ഷമയൊന്നും ഉള്ളതൊന്നുമില്ല. അത് കാരണം ഏത് സമയത്ത് നമ്മുടെ റിലേഷൻസ് പല സിറ്റുവേഷൻസ് വേഴ്സായിക്കൊണ്ടിരിക്കുന്നു, റിലേഷൻസ് വേഴ്സായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഉള്ളപ്പോൾ ഒരു സുസ്ഥിരത സമൂഹം വേണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളെ ഈ സമൂഹത്തിലുള്ള ആൾക്കാർ തന്നെ ഒന്ന് പോസിറ്റിവേറ്റ് ആകാതെ മറ്റുള്ളവരെ നമുക്ക് ഒരു വിധത്തിലും ചെയ്യാൻ, കാരണം മറ്റുള്ളവരെ നമുക്ക് മാറ്റാനൊക്കത്തില്ല, നമ്മൾ തന്നെ ആദ്യം മാറണം. അപ്പൊ ഈ സമൂഹത്തിലുള്ളവർ തന്നെ ആദ്യം മാറാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു പരിശീലനമാണ് ഇത്. അപ്പൊ അതായത് നമ്മൾ എല്ലാ വിധത്തിലും നമ്മൾ അപ്പിയറൻസ്, ജസ്റ്റർ, ബോഡി ലാംഗ്വേജ്, അതുപോലെ തന്നെ ഒരു കേൾക്കാനുള്ള ഒരു സന്മനസ്, അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് പല വിധത്തിൽ നമ്മുടെ സംസാരം, നമ്മുടെ ഡിസ്കഷൻ, അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തികള് എല്ലാത്തിലും ഈ പോസിറ്റിവേഷൻ അത് ഉണ്ടെങ്കിലേ നമ്മൾ ശരിക്കുള്ള ഇന്റർ കണക്ടിവിറ്റി, നമ്മൾ പറയുന്നത് സുസ്ഥിര സമൂഹം എന്ന് പറയുമ്പോഴത്തേക്ക് തമ്മിലുള്ള ബന്ധങ്ങളെ നമ്മൾ പോസിറ്റിവേറ്റ് ചെയ്ത് നിർത്തണമെന്നുള്ളതാണ്. അതിനുള്ള എല്ലാ പരിശീലനങ്ങളും നമ്മളിവിടെ ഡിസൈൻ ചെയ്ത് അതിനായിട്ടുള്ള ഇതാണ്. കാരണം ഇത് നമ്മളെ ഹാബിറ്റ് കൊണ്ട് വന്നിട്ടുള്ള നമ്മുടെ ഈ എഡ്യൂക്കേഷനിൽ നമ്മളെ കോമ്പറ്റീഷനായിട്ട് പഠിപ്പിച്ചിരിക്കുന്നത്. വ്യക്തിപരതയിലോട്ടുള്ള എല്ലാ ട്രെയിനിങ്ങുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ നിന്ന് സർവ്വപരതയിലോട്ട് വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ കമ്മ്യൂണിറ്റി ബിൽഡിങ് പോസിബിൾ ആവുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ്ങും ക്ലാസ്സും അതിനുള്ള ട്രെയിനിങ്ങും കൂടാണ് ഈ കോഴ്സ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനായിട്ട് ഈ ചേർന്നവരെ എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ അതിലേക്ക് സന്തോഷിന് ക്ഷണിക്കുന്നു. ഇതിന്റെ ആമുഖ പരിപാടിയിലേക്ക് എന്താണ് നമ്മൾ കോഴ്സ് ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്, അതിന്റെ എന്തൊക്കെ ഉണ്ടെന്നുള്ള എങ്ങനെ തുടങ്ങണം, എങ്ങനെ ചെയ്യണം, എങ്ങനെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള അത് വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും അതിൽ ഒരു പ്രാവശ്യം കൂടി സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വർഗീസ് ചേട്ടാ. അപ്പോൾ വന്നവരെല്ലാവരും പരിചയപ്പെട്ടു, വളരെ സന്തോഷമുണ്ട്. ഞാൻ എന്നെ പരിചയപ്പെടുത്തിയിരുന്നു, ഒരിക്കൽ കൂടി പരിചയപ്പെടുത്താം. എൻ്റെ പേര് പൊന്നി ഒളിമ്പ. ഞാൻ ഒളിമ്പസിന്റെ ഒരു പ്രവർത്തകയാണ്. അപ്പോൾ ഒളിമ്പസ് എന്ന് പറയുന്നത് പുതിയവർക്ക് വേണ്ടിയിട്ടാണ് ആവർത്തിക്കുന്നത്. ഒരു പ്രകൃതി ദർശനമാണ്. നമ്മൾ ജീവിക്കുന്ന പ്രകൃതിയെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ അറിയേണ്ടതിന്റെ ഒരു ആവശ്യകത ഇന്ന് ഏറി വരികയാണ്. അപ്പം എത്രയും വേഗം നമ്മൾ അതിലേക്ക് വന്നെങ്കിൽ മാത്രമേ നാമും നമ്മുടെ ചുറ്റുപാടുള്ള ജീവികൾക്കും നിലനിൽക്കാൻ കഴിയൂ എന്നുള്ളൊരു തിരിച്ചറിവ്
നമുക്ക് ലഭിച്ചതിന്റെ പുറകിൽ നമ്മളത് എത്രയും വേഗം സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പല രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പല ക്യാമ്പുകൾ വഴി, പഠന പരിപാടികൾ വഴി ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ മാസവും നമ്മൾ സത്സംഗങ്ങൾ നടത്താറുണ്ട്. അതുപോലെ സഹവാസ പരിപാടികൾ, അതായത് ഒരുമിച്ചുള്ള ജീവിതം പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഉള്ള പരിപാടികൾ നടത്തി വരാറുണ്ട്. അപ്പൊ നമ്മൾ ഈ പൊതുവെ പ്രകൃതി പരിസ്ഥിതി എന്ന് പറയുന്ന സമയത്ത് പ്രകൃതി സംരക്ഷണം എന്നുള്ള നിലയിലാണ് മനസ്സിലാക്കി വരുന്നത്. അപ്പൊ നമ്മൾ പറയുന്നത് അത് മാത്രമല്ല, അത് വേണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ അതിൽ മാത്രം ഒതുങ്ങുന്നതല്ല. മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ അകത്ത് നിന്ന് തുടങ്ങണം. കാരണം നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം തുടങ്ങുന്നത് നമ്മുടെ അകത്ത് നിന്നാണെന്നുള്ളത്. അപ്പോൾ ഈ ജീവൻ അല്ലെങ്കിൽ ജൈവം എന്നുള്ള വാക്കുകൾ നമ്മൾ നല്ല പരിചയമുള്ളതാണ്. അത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ജൈവമാക്കുക അല്ലെങ്കിൽ കൂടുതൽ ജീവസുറ്റതാക്കുക. അതാണല്ലോ നമ്മൾ ഈ പോസിറ്റീവ് ആക്കുക എന്ന് പറയുന്നതിലൂടെയൊക്കെ ആന്തരാർത്ഥമായിട്ട് വരുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് അങ്ങനെ ജീവിക്കാം എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ പറയുന്ന ഒരു കാര്യം, ഒരു മരം വെക്കുക എന്ന് പറയുന്നത് മണ്ണിൽ വെക്കുന്നതിനേക്കാൾ ആദ്യം മനസ്സിൽ വെക്കുക എന്നാണ് നമ്മൾ പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ അത്തരം ഒരു ഭാവനയും അതിനുള്ള ആഗ്രഹവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒന്നും ചെയ്യേണ്ട, അത് നമുക്ക് മുമ്പിൽ ഉണ്ടായി വരും എന്നുള്ളത്. അത് പ്രകൃതിയുടെ ഒരു അലിഖിത നിയമമാണ്. അത് നമ്മൾ പല രീതിയിൽ മനസ്സിലാക്കി വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ അത്തരം കാര്യങ്ങൾ നമ്മൾ പല രീതിയിൽ പഠിപ്പിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഈ ക്യൂ ലൈഫ് എന്ന് പറയുന്ന പരിശീലന പരിപാടികളിലൂടെ എല്ലാം നമ്മൾ പഠിപ്പിക്കുന്നത് പ്രകൃതി നിയമങ്ങളെ തന്നെയാണ്. അതായത് ഇപ്പൊ ഒരുപക്ഷെ നമ്മൾ പല കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടാകും ഇതില്. അതിലൂടെയൊക്കെ നമ്മൾ പറയാതെ അല്ലെങ്കിൽ അറിയാതെ ചെയ്തു പോകുന്നത് ഈ പ്രകൃതി നിയമങ്ങളെ അനുസരിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ഇവിടെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് പോസിറ്റിവേഷൻ, ശുഭീകരണം എന്നുള്ളതാണ്. ജീവിതത്തില് വർഗീസേട്ടൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ വളരെ പ്രതിസന്ധികൾ കൂടി വരുന്ന, വളരെ തിരക്കുകളിൽ ജീവിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. നമുക്ക് എത്ര ശ്രമിച്ചാലും നമുക്ക് മാറ്റാൻ കഴിയാത്ത പ്രതിസന്ധികൾ അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് അത്തരം കാര്യങ്ങളിൽ പോസിറ്റീവ് ആകാൻ കഴിയാത്ത നിലയൊക്കെ വന്നു ചേരുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ആ സമയങ്ങളെ നമുക്ക് കൂടുതൽ ശുഭകരമായിട്ട് നിലനിർത്താം, അല്ലെങ്കിൽ നെഗറ്റീവ് ആണ് ജീവിക്കുന്നതെങ്കിലും അതിനെ പോസിറ്റീവിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള ഒരു, ശരിക്കും പറഞ്ഞ ഒരു യമണ്ടൻ പണിയാണത്. കാരണം ചെറിയ കാര്യങ്ങൾ പരിശീലിക്കുന്നതിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുമെങ്കിലും ദീർഘകാലത്തെ പരിശീലനം അതിന് വേണ്ടതുണ്ടെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെറിയ രീതിയിൽ തുടങ്ങുക. അത് എങ്ങനെ തുടങ്ങണം നമുക്കറിയില്ല. നമുക്കറിയാം എല്ലാവർക്കും ഞാൻ പോസിറ്റീവ് ആകണം, ആ പോസിറ്റീവ് ആയതിന്റെ ഫലമൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അത് നിലനിർത്തുക അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് സാധിക്കാതെ പോകുന്നത്. ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഇതിന്റെ വാർത്ത കൊടുത്തപ്പോൾ അതിന് താഴെ ഒരാൾ കമന്റ് ചെയ്തിരുന്നു, കുറച്ചൊക്കെ നെഗറ്റീവ് വേണം എങ്കിലാണ് ജീവിതത്തിൽ അതും ആവശ്യമുണ്ടെന്ന്. പക്ഷെ അത് കേട്ടപ്പോൾ നമുക്ക് ചിരിയാണ് വന്നത്. കാരണം നെഗറ്റീവ് ഓൾറെഡി ഇവിടെ അത് മാത്രമാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നുള്ളതാണ്. അതിൽ നമുക്ക് നിലനിൽക്കണമെങ്കിൽ നമ്മൾ പോസിറ്റീവ് ആകുക എന്നുള്ളതാണ്. അപ്പൊ മറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്, അതിൽ എത്രത്തോളം മുന്നോട്ട് പോകണം എന്നുള്ള ചിന്തയ്ക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ പോസിറ്റിവേഷൻ എന്ന് പറയുന്ന ഈ കോഴ്സ് നിങ്ങളുടെ ജീവിതത്തിലൊക്കെ കൂടുതൽ വെളിച്ചം നൽകട്ടെ, അല്ലെങ്കിൽ കൂടുതൽ ശുഭകരമായിട്ട് കാര്യങ്ങളെ കാണാനും അതിലൂടെ ജീവിച്ച് മുന്നോട്ട് പോകാനും അത് വിജയകരമായിട്ടുള്ള ജീവിതത്തിലേക്ക് എത്തിക്കാനും കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും ഈ വിഷയത്തില് വളരെ രസകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അതായത് എന്തുകൊണ്ട് നമ്മൾ നെഗറ്റീവ് ആകുന്നു, എന്തുകൊണ്ട് പോസിറ്റീവ് ആകാൻ ബുദ്ധിമുട്ടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും അവസ്ഥയാണ് ഈ നെഗറ്റീവ് ആവുക എന്ന് പറയുന്നത്, നെഗറ്റീവ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്നെല്ലാം രക്ഷ നേടാനായിട്ടുള്ള ഒരു വഴിയാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അതിന്റെ വഴികൾ എന്തൊക്കെയാണ്, എങ്ങനെ തുടങ്ങണം, എപ്പോൾ മുതൽ എപ്പോൾ വരെ ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ ഇതിന്റെ വാർത്തയിൽ നമ്മൾ കൊടുത്തിരുന്നു ഏതെല്ലാം രൂപത്തിലാണ് നമുക്കിത് ലഭിക്കുക എന്നുള്ളത്. അപ്പൊ എല്ലാവരും അത് ശ്രദ്ധിച്ച് കേൾക്കുക. സന്തോഷത്തിന് വിശദീകരിക്കുന്നതാണ്. അതിലെ സംശയങ്ങളൊക്കെയും നിങ്ങൾക്ക് അപ്പോൾ നമ്മളെ വിളിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചോദിക്കാനായിട്ടുള്ള ഗ്രൂപ്പുകളുണ്ട്, അതിൽ ആവശ്യപ്പെടാം. എന്തായാലും നമ്മുടെ കൂടെ ഉണ്ട്. എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും സംശയ നിവൃത്തി വന്നിട്ട് ചെയ്യുക. തുടക്കത്തിൽ നമുക്ക് കോഴ്സ് പുതിയൊരു ഫ്രെയിമിലേക്ക് നമ്മൾ കയറുകയാണ്. അതിൻ്റെതായ ഒരു അപരിചിതത്വം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു തടസ്സം, അല്ലെങ്കിൽ തടസ്സമല്ല, ഒരു താമസം നേരിട്ടേക്കാം. അതൊന്നും ഒരു വിഷയമല്ല. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് പോസിറ്റിവേഷൻ ആണ്, പോസിറ്റീവ് ആവുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാം പോസിറ്റീവായിട്ട് എടുത്ത് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. സെഷൻ അവതരണത്തിലേക്കായിട്ട് സന്തോഷേട്ടനെ ക്ഷണിക്കുകയാണ്. സന്തോഷേട്ടൻ ഒരു ഇക്കോസഫറാണ്, അതായത് പ്രകൃതിയെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ഫിലോസഫറാണ് അദ്ദേഹം. നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള വിശദീകരണം വേണമെങ്കിലും പ്രകൃതിയെ കുറിച്ച് നൽകുന്നതായിരിക്കും. അപ്പോ അദ്ദേഹത്തെ ഈ കോഴ്സിലെ സെഷൻ അവതരിപ്പിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. ഏട്ടൻ നമസ്കാരം.
എല്ലാവർക്കും നമസ്കാരം. മുഖമുള്ളവർക്ക് നമസ്കാരം, മുഖം ഇല്ലാത്തവർക്ക് നല്ല നമസ്കാരം. മുഖം ഒട്ടുമില്ലാത്തവരോട് പ്രത്യേകിച്ചൊന്നും പറയാനുമില്ല. അപ്പോ പുതിയ ആളുകൾ വളരെ കുറച്ചു പേരേ ഉള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ പരിചിതമാണ് ഈ മുഖം, ഈ കമ്മ്യൂണിറ്റി, ഇവിടുത്തെ വിഷയങ്ങൾ. ആദ്യമേ എനിക്ക് പറയാനുള്ളത്, ഒന്ന് ചിരിച്ചുകൊണ്ടിരിക്കാറുള്ളത്. മുഖത്തൊരു പുഞ്ചിരിയൊക്കെ വരട്ടെ. ഒന്ന് സ്വയം നിരീക്ഷിച്ച് നോക്കും, നിങ്ങളുടെ മുഖത്തെ പേശികളൊക്കെ ഇങ്ങനെ മുറുകി നിൽക്കുന്നുണ്ടോ എന്നുള്ളത്. ഒരു ചിരിയോടുകൂടി ക്യാമറയിലേക്ക് നോക്കുകയാണെങ്കിൽ കാണാനൊരു സുഖമുണ്ട്. നിങ്ങളെ നോക്കിയിട്ട് ഒരാള് ചിരിക്കാതെ കടുപ്പിച്ച് ഞാനാണ് അവനെ കൊന്നത് എന്ന ഭാവത്തിൽ നിന്നാൽ അടുത്തത് എന്നെയാണോ കൊല്ലാൻ പോകുന്നത് എന്നുള്ള ഒരു തോന്നലിലായിരിക്കും നിങ്ങളെ നിൽക്കുക. അത് വല്ലാത്തൊരവസ്ഥയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളെ നോക്കുന്ന ഒരാള്, നിങ്ങളുടെ കൂട്ടുകാരൻ, കൂട്ടുകാരി, അല്ലെങ്കിൽ ഇണ, അല്ലെങ്കിൽ മകൻ, മകൾ, അയൽപക്കക്കാരൻ നിങ്ങളെ നോക്കി കടുപ്പിച്ചാണ് നോക്കുന്നതെങ്കിൽ, അയാൾ ഒരു പുഞ്ചിരിയോടെയാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് വളരെ സുഖമാണ്, സന്തോഷമാണ്. ഇനി വരാൻ പോകുന്ന നിമിഷം സുഖകരമാണ്, ശുഭകരമാണ് എന്ന തോന്നലിലേക്ക് നമ്മൾ ചെല്ലും. അതിനു പകരം ആ കടുപ്പം, അങ്ങനെ അയാളുടെ മുഖത്തൊരു കടുപ്പം ഉണ്ടെങ്കിൽ ആ കടുപ്പം നമ്മളെ ആശങ്കകളിലേക്ക് കൊണ്ടെത്തിക്കും. ഇത് തിരിച്ചൊന്ന് വിചാരിച്ചാൽ മതി. എന്നോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറുന്നോ അതേ അവസ്ഥ തന്നെയാണ് ഞാൻ തിരിച്ചു പെരുമാറുമ്പോഴും ഉണ്ടാവുക എന്നിട്ട്. അപ്പോ നമുക്ക് ചിരിച്ചുകൊണ്ടിരിക്കാം, ചിരിച്ചുകൊണ്ട് ഇതിനകത്തൂടെ യാത്ര ചെയ്യാം. പറ്റുമെങ്കിൽ ഈ കോഴ്സ് കഴിയുന്നവരെയെങ്കിലും ചിരിക്കുക എന്നുള്ളൊരു ആശയത്തെ, പുഞ്ചിരിക്കുക എന്നുള്ളൊരു ആശയത്തെ ഒന്ന് ഹൃദയത്തിൽ പേറുക. അഥവാ ഈ പറഞ്ഞതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, നിങ്ങളെ ഒരാൾ ഒരു കാര്യം പറഞ്ഞു ബോധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾക്ക് ഇടം കൊടുക്കാൻ, അയാൾ പറഞ്ഞ വാക്കിന് ജീവിതത്തിൽ ഇടം കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണ്, അങ്ങനെ ഒരു വിധേയത്വം അഥവാ സസെപ്റ്റബിലിറ്റി നിങ്ങൾക്കുണ്ട് എങ്കിൽ, ഞാൻ ഈ പറയുന്ന കാര്യം, പുഞ്ചിരിക്കുക എന്ന കാര്യം ഒരു 108 ദിവസം ചെയ്യുക. ഈ പുഞ്ചിരിക്കുക എന്നുള്ള കാര്യം മാത്രം, നിങ്ങൾ ശുഭീകരണം എന്നുള്ള കോഴ്സിൽ പങ്കെടുക്കേണ്ട, ഒന്നും ചെയ്യണ്ട. പകരം പുഞ്ചിരിക്കുക എന്നുള്ളൊരു കാര്യം 108 ദിവസം ചെയ്യുക. ഒരു ദിവസം അത് ചെയ്യുക, അതിന്റെ സ്ട്രെയിൻ നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടാമത്തെ ദിവസം മുതൽ ഒരു ചെറിയ കാര്യം കൂടെ ചെയ്യണം. ഈ ആരെ കണ്ട് പുഞ്ചിരിക്കുമ്പോഴും അവർക്ക് നന്മയുണ്ടാകട്ടെ എന്നൊരു പ്രാർത്ഥന കൂടെ കരുതുക. അയൽപക്കത്ത് കഴിഞ്ഞ ദിവസം നിങ്ങളുമായിട്ട് വേലിത്തർക്കം ഉണ്ടായ ഒരാള്, അയാളെ കാണുമ്പോഴും ചിരിക്കുകയും അയാൾക്ക് നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇത്രയും ചെയ്താൽ, 108 ദിവസം ചെയ്താൽ, നിങ്ങളുടെ ചുറ്റുമുള്ള ലോകം മാറും. നിങ്ങളുടെ ചുറ്റുമുള്ള ലോകം നിങ്ങളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ശുഭകരമായ നിമിഷങ്ങളും ജീവിതാനുഭവങ്ങളും തന്നുകൊണ്ടേയിരിക്കും. ഒരു പുഞ്ചിരിയും പുഞ്ചിരിക്കുന്നവരോട് അവർക്ക് നന്മയുണ്ടാകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയും മാത്രം നൽകിയാൽ നിങ്ങളുടെ ജീവിതം പൂർണ്ണമായി ശുഭകരമാകും എന്നൊരവസ്ഥയുള്ളപ്പോൾ അതിനെ കുറച്ച് ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ എന്തുമാതിരി മാറ്റം ഉണ്ടാവും എന്നറിയാമോ? നമുക്ക് എല്ലാവർക്കും അറിയാം പോസിറ്റീവായിരിക്കണമെന്ന്. പക്ഷെ പോസിറ്റീവായിരിക്കണമെന്ന് വിചാരിക്കുമ്പോഴും, പണ്ടൊരു സന്യാസി മനഃശാന്തിയെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോ അതില് നമുക്ക് വരുന്ന കോപത്തെ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യത്തെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ പത്രപ്രവർത്തകരുണ്ട് കൂടെ. നമ്മുടെ പത്രപ്രവർത്തകൻ ഇവിടെ വന്നിട്ടില്ല. അപ്പോ ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, അപ്പൊ അങ്ങേക്ക് ദേഷ്യം വരാറില്ലേ? ഇല്ല. അപ്പൊ അങ്ങേക്ക് സാധാരണ ദേഷ്യം വരികയാണെങ്കിൽ എന്ത് ചെയ്യും? അല്ല, അങ്ങനെ വരാറില്ല. അപ്പൊ അങ്ങേക്ക് ഒരിക്കലും വരാറില്ല? ഇല്ലെന്നേ. നാലാമത്തെ പ്രാവശ്യം, അപ്പൊ അങ്ങേക്ക് ദേഷ്യം വന്നിട്ടേ ഇല്ലെന്നല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞ് പുള്ളി ഒരൊറ്റ ചൂടാവില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ. നമ്മള് ദേഷ്യം വരില്ല എന്ന് പറയുകയും ദേഷ്യം വരരുത് എന്ന് പഠിപ്പിക്കുകയും ചെയ്യുമ്പോഴും നമുക്ക് ദേഷ്യം. കാരണം നമ്മളെല്ലാവരും തന്നെ പച്ച മനുഷ്യരാണ്. അപ്പൊ ഈ പച്ച മനുഷ്യരായിരിക്കുമ്പോൾ നമുക്ക് വരുന്ന വികാരങ്ങള് ഈ പ്രകടനത്തിൽ മാത്രമാണ് രസകരമായി തോന്നുന്നത്. ഉള്ളിൽ അങ്ങനെയൊന്നും ആയിരിക്കില്ല. ഉള്ളിൽ ആകെ പ്രക്ഷുബ്ധമായിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ ഈ പോസിറ്റിവേഷൻ എന്നുള്ള പ്രോഗ്രാമിലൂടെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് മനസ്സിന്റെ അഥവാ ബോധത്തിന്റെ, മനസ്സും ബോധം ഒന്നല്ല, രണ്ടാണ്. തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ചില മൾട്ടിപ്പിൾ ടേംസ് ഉപയോഗിക്കുന്നു എന്ന് മാത്രം. ബോധത്തിന്റെ വിവിധ തലങ്ങളിൽ ഒരു മാറ്റം വരുത്തുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായി, ഒരാളെ നോക്കി പുഞ്ചിരിച്ചാൽ, അല്ലെങ്കിൽ ചുറ്റുപാടും നോക്കി പുഞ്ചിരിച്ചാൽ നിങ്ങളുടെ ലോകം മാറുമെന്ന് നിങ്ങൾക്കത് നല്ല ആശയമായി തോന്നി എന്ന് വിചാരിക്കുക. എങ്കിൽ പിന്നെ കൊള്ളാം.
നമുക്ക് പുഞ്ചിരിക്കാമെന്ന് തോന്നും. നാളെ രാവിലെ എന്നിട്ട് പുഞ്ചിരിക്കാൻ തുടങ്ങിയാൽ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? നടക്കില്ല. കാരണം നിങ്ങളുടെ ബുദ്ധിക്കാണ് മനസ്സിലായത് പുഞ്ചിരിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ ബുദ്ധി എന്ന് പറയുന്നത് എവിടെയാണ് ഇരിക്കുന്നത് എന്നത് വെച്ച് തുടങ്ങേണ്ടി വരും. നിങ്ങളുടെ കയ്യിൽ പേനയും പേപ്പറും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യത്തെ ഒന്ന് എഴുതി വെക്കുക. ഞാനീ പറയുന്നതെല്ലാം തന്നെ എൻ്റെ ചിന്തയിലൂടെ ചില കാര്യങ്ങളെ രൂപപ്പെടുത്തിയിട്ടാണ്. ആ ചിന്തയിലൂടെ രൂപപ്പെടുത്തിയ ഒരു ആശയം ഉണ്ടാക്കിയിട്ട് ആ ആശയത്തെ നിങ്ങളുടെ മുന്നിൽ ഞാൻ വാക്കുകളിലൂടെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ വാക്കുകളിലൂടെ അവതരിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഇരുന്ന് തല കുലുക്കുന്നു. ആ ശരിയാ എന്ന് പറഞ്ഞ് തല കുലുക്കുന്നു. തല കുലുക്കുന്നത് ഞാനിവിടെ പ്രകടിപ്പിച്ചതിന്റെ പ്രതിഫലനമാണ്. അപ്പോ ഞാനിവിടെ ചിന്തിച്ചു, ഞാൻ പറഞ്ഞതിന് പ്രതിഫലനമുണ്ടായി. ഞാൻ ഈ ചിന്തിച്ച കാര്യമുണ്ടല്ലോ, ചിന്തിച്ചത് എന്തുകൊണ്ടാണ് ഞാൻ ചിന്തിച്ചത്? എന്റെ ബോധ മനസ്സുകൊണ്ട് ചിന്തിച്ചു. ബോധ മനസ്സ് എന്ന ഒന്നാം തലം, ഞാൻ എന്നെ മനസ്സിലാക്കുന്ന ആ തലമാണ് ബോധ മനസ്സ്. അപ്പൊ ബോധ മനസ്സ്, അതിന്റെ വെളിയിൽ ഞാൻ ഈ ബോധ മനസ്സുകൊണ്ട് ചിന്തിച്ചത് പ്രകടിപ്പിക്കുന്നു. അത് പ്രകട മനസ്സ്. അവിടെയാണ് എന്റെ പെരുമാറ്റം എന്നുള്ള കാര്യം വരിക. പെരുമാറ്റം. ഞാൻ ഈ പെരുമാറുന്ന സമയത്ത് എന്റെ മുന്നിൽ ഈ പെരുമാറ്റത്തിനനുസരിച്ച് ഒരു അനുഭവം ഉണ്ടാകുന്നു. എന്താണ് അനുഭവം എന്നുള്ളതൊക്കെ അന്വേഷിക്കുന്നവർക്ക് വിശദമായി നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. ക്ഷമിക്കുക, തൽക്കാലത്തേക്ക് ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. പകരം എനിക്ക് കിട്ടുന്ന അനുഭവം, പ്രതിഫലനം, ഞാൻ പെരുമാറിയതിന്റെ പ്രതിഫലനം ആണ് എന്റെ അനുഭവമായിട്ട് വരുന്നത്. അതിനെയാണ് പ്രതിമനസ്സ് എന്ന് പറയുക. അപ്പൊ ബോധമനസ്സ്, പ്രകട മനസ്സ്, പ്രതിമനസ്സ് എന്ന് പറയുന്ന 3 തലങ്ങൾ മനസ്സിലായി കാണും. ഞാൻ നോട്ട് ചെയ്യാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ലെങ്കിൽ ഇരുന്ന് പിന്നീട് റെഫർ ചെയ്തിട്ട് അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ തൽക്കാലത്തേക്ക് അതൊന്ന് എഴുതി വെക്കുക, ഈ 3 കാര്യങ്ങൾ: ബോധമനസ്സ്, പ്രകട മനസ്സ്, പ്രതിമനസ്സ്. ഇനി ഈ ബോധമനസ്സിൽ ഞാൻ ഇത് ആലോചിച്ചു കൂട്ടിയില്ലേ? ആലോചിച്ചു കൂട്ടുന്നതിന്റെ മെറ്റീരിയൽ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? ആലോചിച്ചു കൂട്ടിയതിന്റെ ഒക്കെ മെറ്റീരിയൽ എന്റെ വിശ്വാസ പ്രമാണങ്ങളിൽ നിന്നാണ് ഞാൻ എടുത്തത്. എന്താണ് എന്റെ വിശ്വാസങ്ങൾ? ഓർമ്മകളുടെ സഞ്ചയമാണ്. കുറെ ഇതിനു മുമ്പുണ്ടായ അനുഭവങ്ങളെല്ലാം എന്റെ ഉള്ളിൽ ഓർമ്മകളായി, സ്മൃതികളായി നിൽക്കുന്നു. ഈ സ്മൃതികളുടെ ആകത്തുകയാണ്. അതിനകത്ത് വ്യക്തികളുടെ ചിത്രങ്ങൾ ഉണ്ടാവും, വ്യക്തികളുടെ പേരുകളും ആശയങ്ങളും ഉണ്ടാകും, ഞാൻ പ്രയോഗിച്ച യുക്തികൾ ഉണ്ടാവും, എന്റെ ജീവിത അനുഭവങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് ഒരുമിച്ച് ചേർത്തിട്ടാണ് എന്റെ സ്മൃതി, ഒരു സ്മൃതി ഉണ്ടാകുന്നത്. ഇങ്ങനെ സ്മൃതികളുടെ, ഓർമ്മകളുടെ സഞ്ചയമാണ് എന്റെ വിശ്വാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. അതിനെയാണ് സാധാരണ രീതിയിൽ ഉപബോധം എന്ന് പറയുന്നത്, ഉപബോധ മനസ്സ് എന്ന് പറയുന്നത്. അപ്പൊ 4മതൊരു മനസ്സ് കൂടെയായി. വെളിയിലേക്ക് പോകുമ്പോൾ ബോധമനസ്സ്, പ്രകട മനസ്സ്, പ്രതിമനസ്സ്. അകത്തേക്ക് പോകുമ്പോൾ ബോധമനസ്സിന്റെ അകത്തായിട്ട് ഉപബോധ മനസ്സ് എന്ന് പറയുന്ന ഒരു അവസ്ഥ വരും. ഈ ഉപബോധത്തെ ഒരു കാര്യം, ഉപബോധത്തിലേക്ക് കയറുന്ന ഒരു കാര്യം ബോധമനസ്സിൽ നിന്നാണ് കയറുന്നത്. ആ ഉപബോധത്തിലേക്ക് കയറുന്ന കാര്യം, ഒരേ കാര്യം എന്നിൽ കയറിയാലും, രാജേന്ദ്രേട്ടനിൽ കയറിയാലും, സുകുമാരേട്ടനിൽ കയറിയാലും ഓരോ രൂപത്തിലാണ് നമ്മൾ അതിനെ സ്വാംശീകരിച്ചു വെക്കുക. കാരണം നമുക്കുള്ള ജന്മസിദ്ധ ശേഷികൾ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. നമുക്കുള്ള വഴക്കം വ്യത്യസ്തമാണ്. നമ്മൾ ഒരു ചുവട് വെക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപോലെയല്ല ചുവട് വെക്കുക, ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിലായി. അപ്പൊ അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ശേഷി എന്ന് പറയുന്ന കാര്യം, ജീവിതശേഷി എന്ന് പറയുന്നത്. അതിനെയാണ് അവബോധ മനസ്സ് എന്ന് പറയാം. അവബോധ മനസ്സ്. അതിലും 2 തരമുണ്ട്. നമ്മള് ജനിക്കുമ്പോൾ കിട്ടിയ ശേഷികളുണ്ട്. അതിനെ സഹജശേഷി എന്നും ജന്മസിദ്ധ ശേഷി എന്നൊക്കെ പറയാം. അതിനെ നമുക്ക് ഇവിടെ ഈ ലിസ്റ്റ് എഴുതുന്ന സമയത്ത് സഹജാവബോധം എന്ന് പറയാം. അപ്പോ അവബോധ മനസ്സിൽ തന്നെ സഹജാവബോധം എന്നുള്ളതൊന്നുണ്ട്. മറ്റൊന്ന്, ജനിച്ചതിന് ശേഷം നമ്മൾ പ്രാക്ടീസിലൂടെ, നമ്മളെ ശിക്ഷണത്തിലൂടെ, പരിശീലനത്തിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന കാര്യങ്ങൾ, അതിനാണ് ശിക്ഷിതാവബോധം എന്ന് പറയുന്നത്. അപ്പൊ ഈ ശിക്ഷിതാവബോധവും അവബോധവും സഹജാവബോധവും രണ്ടും നമ്മുടെ അവബോധ മനസ്സാണ്. ഇതില് ഈ ജനിക്കുമ്പോ കിട്ടി എന്ന് പറഞ്ഞല്ലോ, ജന്മസിദ്ധമായ സഹജാവബോധം, അത് ഇനി ഒരിക്കലും ഉണ്ടാക്കാൻ കഴിയില്ല, തിരുത്താനും കഴിയില്ല, അതിനൊരു മാറ്റം ഉണ്ടാവില്ല, അതങ്ങനെ തന്നെ. പക്ഷേ ഈ നമ്മുടെ അകത്തുള്ള ശേഷികൾ എന്ന് പറയുന്നത്, ആ ശേഷികളാണ് നമ്മുടെ ശീലങ്ങൾക്ക് കാരണമാകുന്നത്.
നമ്മൾ പലതും ശീലിച്ചു. ദിവസവും രാവിലെ 7 മണിക്ക് എഴുന്നേറ്റ് 7 മണിക്ക് ചായ കുടിക്കുന്ന ഒരു ശീലമാണ്. ഇത് ശിക്ഷണം കൊണ്ട് അത് നമ്മുടെ സഹജ സ്വഭാവമായി മാറിയതാണ്. ശിക്ഷിച്ച് ശിക്ഷണം കൊണ്ട്, ശിക്ഷണം എന്ന് വെച്ചാൽ പഠിപ്പിക്കുക അല്ലെങ്കിൽ പരിശീലിക്കുക, പരിശീലനം കൊണ്ട് നമ്മുടെ ഭാഗമായി മാറിയതാണ്. അപ്പോൾ ശിക്ഷിതാവബോധം എന്നുള്ള അവസ്ഥയിലാണ് നമ്മുടെ ശീലം നിൽക്കുന്നത്. നമ്മുടെ ഓർമ്മകൾ, വിശ്വാസങ്ങൾ എല്ലാം നിൽക്കുന്നത് ഉപബോധത്തിലാണ്. നമ്മുടെ ചിന്ത നിൽക്കുന്നത് നമ്മുടെ ബോധമനസ്സിലാണ്. ഞാൻ ചിന്തിക്കുന്നതല്ല പ്രകടിപ്പിക്കുക, ചിന്തിക്കുന്നതിനെ പരുവപ്പെടുത്തിയിട്ടാണ് പ്രകടിപ്പിക്കുക. പ്രകടനം എന്ന് പറയുന്നത് പ്രകടമനസ്സിലാണ്. അതിന്റെ അനുഭവം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവം എന്ന് പറയുന്നത് പ്രതിമനസ്സിലാണ്. അപ്പൊ ഈ ഒരു 6 തലങ്ങൾ നമ്മൾക്ക് ബോധ്യം വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. ബോധ്യം എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അല്ല, ഇങ്ങനെ 6 തലങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ 6ൽ തീരുന്നതല്ല ഇത്, ഇതിനകത്തും പുറത്തും പിന്നെയും ഒരുപാട് തലങ്ങളുണ്ട്. ഈ വിഷയത്തെ പ്രതിപാദിക്കുന്ന സമീപനത്തെ, ഇപ്പൊ നേരത്തെ പൊന്നി പറഞ്ഞിരുന്നു, പ്രകൃതി നിയമങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എല്ലാത്തിനെയും കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ പ്രകൃതി എന്ന് പറയുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന മരം, എവിടെയോ നിൽക്കുന്ന കുളം, പിന്നെ എവിടെയോ പെയ്യുന്ന മഴ, എവിടെയോ ഉണ്ടായ ഉരുൾപൊട്ടലാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഈ മൂക്കിന്റെ ഇപ്പുറത്തൊരു പ്രകൃതിയുണ്ട്. ഈ പ്രകൃതിയിൽ തുടങ്ങിയിട്ടാണ് അവിടേക്കൊക്കെ എത്തുന്നത്. ഈ പ്രകൃതി നമ്മുടെ ഓരോ ശ്വാസത്തിലും, നമ്മുടെ ഓരോ ഹൃദയസ്പന്ദനത്തിലും, നമ്മുടെ ഉള്ളിലുള്ള ഓരോ ചലനത്തിലും സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ നിയമങ്ങളാണ് വെളിയിൽ വിപുലമായി നിൽക്കുന്നത്. ഈ നിയമങ്ങളെ അറിയാതെ അവിടെ പോയി തിരുത്തിയിട്ടൊന്നും കാര്യമില്ല. അപ്പൊ ഈ നിയമങ്ങളെയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ബോധ മനസ്സിന്റെ പ്രവർത്തനങ്ങൾ, ബോധത്തിന്റെ വിവിധ തലങ്ങളുടെ പ്രവർത്തനങ്ങൾ സംഭവിക്കുന്നത്. ഇത് ബോധ്യമായിട്ടുണ്ടാവും വിചാരിക്കും. അപ്പോ നമ്മിൽ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ, ഈ ഞാൻ പറഞ്ഞു സഹജബോധം എന്ന് പറയുന്ന സഹജാവബോധത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിയില്ല, ജന്മസിദ്ധമാണ്. എന്നാൽ അവിടെ നമുക്ക് ലഭിക്കുന്ന ശേഷികളിൽ നമ്മൾ പലതരം പരിശീലനങ്ങൾ വഴി മാറ്റമുണ്ടാക്കാൻ പറ്റും. ചായകുടി ഒരു ശീലമാണ്. നാളെ രാവിലെ മുതൽ ചായകുടി നിർത്താമെന്ന് നിങ്ങൾ തീരുമാനമെടുത്താലും ആ സമയമാകുമ്പോൾ കയ്യും കാലും ഒക്കെ ആ വഴിക്ക് പോകും. നമ്മൾ ആ ശീലത്തിൽ പിന്തുടരാൻ കാരണമാകും. ശീലം മാറണമെങ്കിൽ മറ്റൊരു ശീലം നമ്മൾ ആവർത്തിച്ച് സ്വായത്തമാക്കിയാൽ പിന്നെ അത് നമ്മുടെ ഉള്ളിൽ മാറിയ ഒരു ശീലമായിട്ട് വരും. എങ്കിലും ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ പഴയ ശീലം തന്നെ വീണ്ടും ഒന്ന് പൊങ്ങി വന്നുകൊണ്ടും വരും. ഇത് വ്യക്തിയുടെ സഹജബോധത്തിനനുസരിച്ച് മാത്രമേ സംഭവിക്കുള്ളൂ. ഞാൻ അതിന്റെ വിശദീകരിക്കുന്നില്ല. അതെങ്ങനെ എന്നൊരു ചോദ്യം ഈ പ്രസന്റേഷന് ശേഷം വരികയാണെങ്കിൽ ഞാനത് വിശദീകരിച്ചു തരാം. അപ്പോ ശീലം എന്നത് നമ്മളെയും കൊണ്ട് പോകുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് വിശ്വാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. മാംസം തിന്നുന്നത് നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്കും മാംസം തിന്നുന്നത് തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്കും ഒരുപോലത്തെ ശരീരമാണുള്ളത്, ഒരുപോലത്തെ ജീവിതാവസ്ഥകളുമാണുള്ളത്. പക്ഷേ രണ്ടുപേരും ശരി തെറ്റുകളെ വിവേചിക്കുന്നത് അയാളുടെ വിശ്വാസ വ്യവസ്ഥയ്ക്കനുസരിച്ചാണ്. മാംസം എന്റെ കുഞ്ഞിന് മാംസം കൊടുത്താൽ അത് അപകടമാണെന്ന് ചിന്തിക്കുന്നവർ ഒരു വശത്ത്, മാംസം കൊടുത്തില്ലെങ്കിൽ അത് അപകടമാണെന്ന് ചിന്തിക്കുന്നവർ മറ്റൊരു വശത്ത്. രണ്ടുപേർക്കും ആ ശരി തെറ്റിനെ തീരുമാനിക്കുന്നത് വിശ്വാസ വ്യവസ്ഥയാണ്. നമുക്ക് പലതിലും വിശ്വാസമുണ്ട്. ദൈവത്തിൽ വിശ്വാസമുണ്ട്, അവനവനിൽ വിശ്വാസമുണ്ട്, പ്രകൃതി നിയമങ്ങളിൽ വിശ്വാസമുണ്ട്, ശാസ്ത്രത്തിൽ വിശ്വാസമുണ്ട്, വ്യക്തികളിൽ വിശ്വാസമുണ്ട്. വിശ്വാസം എന്ന പദത്തിന്റെ ശരിക്കുള്ള അർത്ഥം തന്നെ അറിയാത്തതിന്മേലുള്ള ഉറപ്പ് എന്നുള്ളതാണ്. നമുക്ക് അറിയാത്ത ഒരു കാര്യമുണ്ടെങ്കിൽ അറിയാത്തതിന്മേലുള്ള ഉറപ്പിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു വിശ്വാസം നമുക്കുണ്ട്. അപ്പൊ വിശ്വാസം എന്നുള്ളത് ഒരു ദിവസമോ 2 ദിവസം കൊണ്ടോ ഉണ്ടായതല്ല. നമ്മൾ ജനിക്കുന്നതിന്റെ മുമ്പ്, അമ്മയുടെ ഗർഭപാത്രത്തിൽ ഊറുന്നതിനും മുമ്പ് ഉണ്ടായി തുടങ്ങുന്നതാണ് വിശ്വാസം. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉണ്ടായിക്കഴിഞ്ഞ് പതുക്കെ അമ്മയുടെ ഗർഭപാത്രത്തിനകത്തെ ആ കാലാവസ്ഥയുണ്ടല്ലോ, ആ കാലാവസ്ഥയോട് പൊരുത്തമാകുന്ന നിമിഷങ്ങൾ മുതൽ നമ്മൾ വിശ്വാസങ്ങളുടെ കയ്യിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നുണ്ടായി വന്നത് ഒരു ജനിച്ചതിന് ശേഷമുള്ള ആദ്യ 6 മണിക്കൂറും പിന്നീടുള്ള ആദ്യത്തെ 3 വർഷങ്ങളും പിന്നീടുള്ള 5 വർഷങ്ങളും കൊണ്ട് പരുവപ്പെട്ട് നമുക്കൊരു വിശ്വാസ വ്യവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആ വിശ്വാസ വ്യവസ്ഥയാണ് ജീവിതമുടനീളം നമ്മുടെ കൂടെ നടക്കുന്നത്. നമ്മുടെ ബേസിക് ക്യാരക്ടർ എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത് ഈ വിശ്വാസ വ്യവസ്ഥയാണ്. അതിനെ നമ്മൾ സാധാരണ രീതിയിൽ പാരഡൈം എന്നാണ് പറയുക. അപ്പോ ശീലം എന്നുള്ളത് നിപ്പിൽ മാറ്റാൻ കഴിയില്ല. ഈ വിശ്വാസം മാറ്റാൻ കഴിയുമോ? ഇല്ല. ഈ ശീലം എന്നുള്ളതാണെങ്കിലും അതിനെ എടുക്കുകയാണെങ്കിലും അതിലൊരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ശീലത്തിന് നമ്മുടെ ജന്മസിദ്ധ ശേഷിയുമായി ബന്ധമുണ്ട്. ഇപ്പോ വളരെയധികം താളബോധമുള്ള ഒരാളാണെന്നിരിക്കട്ടെ, അയാളിൽ വരുന്ന ഒരു കാര്യത്തെ അയാൾക്ക് വളരെ പെട്ടെന്ന് സ്വാംശീകരിക്കാൻ കഴിയും. താളം കൂടിയ ഒരാളാണെന്നിരിക്കട്ടെ,
താളബോധമല്ല, താളം കൂടിയ ഒരാളാണെന്ന് ഇരിക്കട്ടെ, അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിന്നും വഴിമാറിപ്പോകാൻ അയാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. താളം കുറഞ്ഞു വരുമ്പോൾ യുക്തി കൂടി വരും. യുക്തി കൂടുന്ന ഒരാളാണെന്നിരിക്കട്ടെ, അയാളെ സംബന്ധിച്ചോളം പുതിയ കാര്യങ്ങൾ പെട്ടെന്ന് സ്വാംശീകരിക്കാൻ കഴിയും. പക്ഷേ ആ പുതിയ കാര്യങ്ങൾ എന്താണെന്ന് അനുഭവിക്കാൻ അയാൾക്ക് കഴിയില്ല. ബുദ്ധി കൂടിയ ആളുകൾക്ക് ബോധത്തോടു കൂടി മനസ്സിലാക്കാൻ കഴിയില്ല. ബോധം കൂടിയ ആളുകൾക്ക് ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയില്ല. ഇതെല്ലാം പ്രകൃതിയുടെ ഒരു നിർമ്മിതിയാണ്. ഇത് തിരുത്താൻ കഴിയാത്ത നിർമ്മിതികളാണ്, നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത നിർമ്മിതികളാണ്. അപ്പോ ആ ശീലം എന്നുള്ളത് ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിൽക്കുന്നത്. ഇതൊന്ന്. 2 വിശ്വാസം. 3 ചിന്ത. ചിന്തയ്ക്കും പാറ്റേൺ ഉണ്ട്. ഞാൻ ഒരു പ്രത്യേക രീതിയിൽ ചിന്തിക്കുന്നു. ആ ചിന്തയുടെ തന്നെ ഒരവസ്ഥ, ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത് എങ്ങനെ ആയിരിക്കില്ല ചിന്തിക്കുക. ഞാൻ ഒരു സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു തരത്തിലല്ല ഞാൻ ചിന്തിക്കുക. എനിക്ക് അനുകൂല പശ്ചാത്തലത്തിൽ എന്റെ സൗഹൃദങ്ങളുടെയും എനിക്ക് പ്രിയപ്പെട്ടവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ അങ്ങനെയല്ല ചിന്തിക്കുക. ഇത് എന്നിൽ തന്നെ വരുന്ന മാറ്റങ്ങളാണ്. എന്റെ ചിന്തയിൽ തന്നെ വ്യത്യസ്ത കാലാവസ്ഥകളിൽ, സാഹചര്യങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ്. ഇതുമല്ലെങ്കിലോ 2 വ്യക്തികളെ എടുത്തു കഴിഞ്ഞാൽ 2 വ്യക്തികളിലും ചിന്തയുടെ പാറ്റേണിൽ വ്യത്യാസം. അപ്പൊ ചിന്ത എന്നുള്ളതിനും പ്രത്യേകതകളുണ്ട്. നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു പാറ്റേണിൽ നിന്ന് മാറ്റാൻ കഴിയില്ല. ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണെന്നിരിക്കട്ടെ, ആ രാഷ്ട്രീയ പ്രവർത്തകൻ അയാൾ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിനനുസരിച്ചാണ് ചിന്തിക്കുക. അപ്പോ ചിന്തയിൽ വിശ്വാസത്തിന്റെ സ്വാധീനമുണ്ട്. ചിന്തിക്കുന്ന രീതി, അയാള് ഒരു പാർട്ടി പ്രവർത്തകനായിട്ട് ജോയിൻ ചെയ്തു. അയാൾ പാർട്ടിയുടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന് പോയി. അവിടെ നിന്നും രാവിലെ പോലെ വൈകുന്നേരം വരെ ഒരു സൈദ്ധാന്തികൻ അയാളെ പഠിപ്പിച്ച് ബോധിപ്പിച്ചു. അങ്ങനെയല്ല, ഇങ്ങനെയാണ് നിരീക്ഷിക്കേണ്ടതെന്ന് ബോധിപ്പിച്ചു. അത് ഇയാൾക്ക് ബോധ്യപ്പെട്ടു. അതിനുശേഷം അയാൾ ചിന്തിക്കുമ്പോൾ ആ ചിന്തയിൽ മാറ്റമുണ്ടാവും. അപ്പൊ ചിന്താ പദ്ധതിയിൽ തന്നെ പല രീതികളുണ്ട്. ഇതൊന്നും ആയിരിക്കില്ല നമ്മൾ പെരുമാറുന്നത്. നമ്മൾ ചിന്തിക്കുന്ന കാര്യമേ ആയിരിക്കില്ല നമ്മൾ പെരുമാറുന്നത്. അപ്പൊ പെരുമാറുമ്പോൾ നമ്മൾ ഇപ്പൊ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് നമ്മൾ വളരെ ഡ്രൈ ആയിട്ട്, റോ ആയിട്ട് പെരുമാറും. നമുക്ക് എന്ത് ഫീൽ ചെയ്യുന്നു അത് അതേപോലെ തന്നെ പെരുമാറും. സ്കൂളിൽ പോണ സമയത്ത് നമുക്ക് ആ പെരുമാറ്റത്തിന് ഒരു മയം വരും. അത് പ്രൈമറി സ്കൂൾ കഴിഞ്ഞിട്ട് ഹൈസ്കൂളിലേക്ക് പോകുമ്പോൾ പിന്നെയും ഒരു മയം വരും. കോളേജിലൊക്കെ എത്തുന്ന സമയത്ത് നമുക്ക് കുറെ കൂടെ ഒരു മയം വരും. കാരണം സാമൂഹ്യമായ ഇടപെടലുകളുണ്ട്. നമുക്കൊരു പരുവം വരലാണ്. ഇതൊക്കെയാണെങ്കിലും നല്ല രീതിയിൽ പെരുമാറിക്കൊണ്ടിരിക്കുമ്പോൾ അയാളുടെ മറ്റേ ഈഗോയെ ഹേർട്ട് ചെയ്യണ പോലെ ഒരു വർത്തമാനം അങ്ങോട്ടേക്ക് പോയാൽ അയാളുടെ എല്ലാ കൺട്രോളും പോയി അയാൾ വേറൊരു രീതിയിൽ പെരുമാറും. ഇപ്പൊ പെരുമാറ്റത്തിലും വ്യത്യസ്ത തലങ്ങളുണ്ട്. ഇതിനുമൊക്കെ അപ്പുറത്താണ് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നോ, നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നുവോ, നിങ്ങളുടെ വിശ്വാസം എന്തായിരിക്കുന്നുവോ, നിങ്ങൾ ഏത് തരത്തിലാണ് നിങ്ങളുടെ ശേഷികളെ ആർജിച്ചിരിക്കുന്നത്, ഇതിനെല്ലാം അനുബന്ധിതമായിട്ടായിരിക്കും നിങ്ങളുടെ ജീവിതാനുഭവം എന്ന്. ഒരിക്കലും ജീവിതാനുഭവം വെളിയിൽ നിന്നും വരുന്നതല്ല, നമ്മുടെ അകത്തുനിന്നും വരുന്നതാണ്. നമ്മുടെ അകത്തുനിന്നും വരുന്ന, നമ്മൾ പ്രോജക്റ്റ് ചെയ്യുന്ന ആ നമ്മുടെ ബോധത്തിന്റെ പ്രൊജക്ഷനാണ് നമ്മുടെ ജീവിതാനുഭവമായിട്ട് നമ്മുടെ മുന്നിൽ തെളിയുന്നത്. അപ്പോ ഇതെല്ലാം ചേർത്തിട്ട്, ഈ അകത്തുള്ളതെല്ലാം ചേർത്തിട്ട് വരുന്ന അനുഭവം എന്നുള്ളത് വേറൊരു തരം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ജീവിതത്തിന്റെ ഒരു നിമിഷം കൈകാര്യം ചെയ്യുന്നത്, ഇത്രയും തലങ്ങളെ. അങ്ങനെയുള്ള ഒരു ഇടത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോൾ ജീവിതത്തിൽ വരുന്ന നെഗറ്റീവ്സിനെ മാറ്റണം നമ്മൾ ചിന്തിക്കുമ്പോൾ. ജീവിതത്തിന്റെ നെഗറ്റീവ് മാറ്റാൻ ഒരു പുസ്തകം വായിച്ചത് കൊണ്ട്, ഒരു പ്രഭാഷണം കേട്ടത് കൊണ്ട്, ഒരു സത്സംഗത്തിൽ പങ്കെടുത്തത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു വിശേഷ ചിന്തയുണ്ടായത് കൊണ്ട് കാര്യമുണ്ടോ? നമ്മളിൽ മാറ്റമുണ്ടാകും? ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോ നമ്മളിൽ മാറ്റമുണ്ടാകണമെങ്കിൽ എന്താണ് വേണ്ടത്? ഈ പറഞ്ഞ 6 തലങ്ങളിൽ 5 തലങ്ങളെയും അഭിസംബോധന ചെയ്യുന്ന, 6ാമത്തെ തലത്തെയും അഭിസംബോധന ചെയ്യേണ്ടതുണ്ട്. അതിൽ നിന്നും വിഷയങ്ങൾ എടുക്കേണ്ടതുണ്ട്. ഈ 6 തലങ്ങളെയും അഭിസംബോധന ചെയ്യുന്ന ഒരു പരിശീലന പരിപാടിയിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. ഈ പരിശീലനം ഒരു ദിവസം കൊണ്ട് ചെയ്താൽ പോരാ. കാരണം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ, ഞാനിപ്പോ ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഒരു നെട്ടോ ബോൾട്ടോ അല്ലെങ്കിൽ ഒരു സ്ക്രൂ ഞാൻ അഴിക്കാൻ ഒരുങ്ങുന്നിരിക്കട്ടെ, സ്ക്രൂവിലേക്ക് കൈവച്ച് അതിങ്ങനെ തിരിക്കുന്ന സമയത്ത്, ആ ഒരു പ്രവർത്തനം നടത്തുന്ന സമയത്ത് എന്റെ ശരീരം, എന്റെ അവയവങ്ങൾ, ഈ അവയവങ്ങളെ നിയന്ത്രിക്കുന്ന പേശികളെ നിയന്ത്രിക്കുന്ന നാഡികൾ, അവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗങ്ങൾ, ഇവയെല്ലാം തമ്മിൽ ഒരു പ്രത്യേക രേഖയിൽ വരും. ഇവയെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു പ്രത്യേക പ്രവർത്തന സജ്ജീകരണം ഉണ്ടാക്കും. ആ സജ്ജീകരണം കൊണ്ടാണ് എനിക്ക് ഈ സ്ക്രൂ അഴിക്കാൻ കഴിയുക. അടുത്ത തവണ ഞാൻ സ്ക്രൂ ഡ്രൈവർ എടുത്ത് ഇതേപോലെ സ്ക്രൂവിലേക്ക് വെക്കുമ്പോൾ ഈ ആദ്യമുണ്ടായ പ്രവർത്തന സജ്ജീകരണ
ധാരയുണ്ടല്ലോ, ആ ഒരു വഴി അത് വീണ്ടും തുറന്നു വെക്കും. വീണ്ടും അത് ആ വഴി കുറച്ചുകൂടെ തെളിയും. ഏതുപോലെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 1ാം ക്ലാസ്സിൽ സർക്കാർ സ്കൂളിൽ പഠിക്കുമ്പോൾ മഴക്കാലത്ത് മൂത്രപ്പുര വരെയുള്ള എല്ലാ ഭാഗത്തും പുല്ല് മുളയ്ക്കും. പക്ഷെ മൂത്രപ്പുരയിലേക്ക് പോകുന്ന ആ കുട്ടികൾ നടന്നു പോകുന്ന വഴി മാത്രം തെളിഞ്ഞു നിൽക്കും. കാര്യം എന്താ? എല്ലാ കുട്ടികളും മൂത്രം ഒഴിക്കാൻ ആ വഴി മാത്രം പോകും. ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള വഴി കൂടെ പോകും, ബാക്കിയുള്ള വഴികളിൽ പോകില്ല. അതുകൊണ്ട് അവിടെ എല്ലാം പുല്ല് നിറയും, ഇവിടെ പുല്ല് മുളയ്ക്കില്ല. അതുപോലെ ഒരു സഞ്ചാരധാര നമ്മുടെ മസ്തിഷ്കത്തിലും നമ്മൾ ഏത് പ്രവൃത്തിയാണ് ചെയ്യുന്നത് മുതലുള്ള ഒരു സഞ്ചാരധാരയുണ്ട്, ന്യൂറൽ പാത്വേ എന്ന് പറയും. ഈ സഞ്ചാരധാര നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സമയത്ത് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഒരിക്കലും ഉണ്ടാവുന്നു, 2ാം പ്രാവശ്യം ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ തെളിയുന്നു. തെളിഞ്ഞ് കുറെ കൂടെ കഴിയുമ്പോൾ വീണ്ടും ഒരു തവണ സ്ക്രൂ ഡ്രൈവർ എടുത്ത് സ്ക്രൂവിലേക്ക് വെച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് കൈകാര്യം ചെയ്യാം. ആദ്യത്തെ പ്രാവശ്യം ചെയ്ത ഡിഫിക്കൽറ്റി നമുക്ക് പിന്നീട് ഉണ്ടാവില്ല. ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മൾ അതിൽ എക്സ്പെർട്ടൈസ് ചെയ്ത് നമ്മുടെ ആ പ്രവർത്തനങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ഓരോ ശീലങ്ങളും സ്വായത്തമാക്കുന്നത്. കത്തി കൊണ്ട് മുറിക്കാൻ പഠിക്കുന്നത്, സൈക്കിള് ചവിട്ടാൻ പഠിക്കുന്നത്, കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പഠിക്കുന്നത്, അല്ലെങ്കിൽ നീന്തൽ പഠിക്കുന്നത്, ഇതെല്ലാം നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഇതുപോലെ നമ്മുടെ ആ ന്യൂറൽ പാത്വേ സെറ്റ് ചെയ്യുന്നത് വഴിയാണ് ഉണ്ടാകുന്നത്. ന്യൂറൽ പാത്വേയിലേക്ക് ചെന്ന് പറ്റിയിട്ടില്ലെങ്കിൽ, നമ്മളിപ്പോ ഒരു സൈക്കിളിന്റെ മുകളിൽ കയറി ഇരുന്ന് പരിചയമില്ല നമുക്ക്. ഇരിക്കുന്ന സമയത്ത് ഹാൻഡിൽ ബാർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുകൊണ്ട് നമ്മൾ ബാലൻസ് ചെയ്ത് മുൻപോട്ട് പോകുന്ന സമയത്ത് വീഴാതിരിക്കാനുള്ള ഒരു പ്രവർത്തനം നടത്തിയാൽ ആ പ്രവർത്തനത്തിന്റെ ഭാഗം നമ്മുടെ ഉള്ളിലുണ്ടാവും. എപ്പോൾ സൈക്കിൾ കയറിയാലും ഇത് തിരിക്കാൻ അറിയില്ല, മറിഞ്ഞു വീഴും എന്നുള്ള ശീലം ഒരാൾക്ക് ഉണ്ടായി എന്നിരിക്കട്ടെ. അയാൾ എപ്പോൾ കയറിയാലും അയാൾക്ക് സംഭവിക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ മറിഞ്ഞു വീഴുക എന്നുള്ളതാണ്. കാരണം അത്രയും പ്രാവശ്യം അയാൾ അതിലൂടെയാണ് പോയത്. അങ്ങനെയല്ല പോകേണ്ടത്, അയാൾക്ക് ബോധ്യം വന്നു. ഒരു ക്ലാസ്സിൽ പങ്കെടുത്തു, ബൈക്കിന്റെ മുകളിൽ കയറിയാൽ നമ്മൾ ഇങ്ങനെയല്ല ഇരിക്കേണ്ടത്, നമ്മൾ ഇങ്ങനെയല്ല പിടിക്കേണ്ടത്, ഇങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ടത് എന്ന് ക്ലാസ് കേട്ടു. വീണ്ടും അയാൾ ആ സൈക്കിളിന്റെ മുകളിൽ കയറി, മറിഞ്ഞു വീഴും. കാരണം ഇയാൾക്ക് ഈ സാധനം ബോധമായത് ചിന്തയുടെ ഒരു ലോകത്താണ്. വിശ്വാസത്തിലോ ഉപബോധത്തിലോ അവബോധത്തിലോ പ്രകടനത്തിലോ പ്രതിബോധത്തിലോ മാറ്റം ഉണ്ടായിട്ടില്ല. ചിന്തയിൽ മാറ്റം ഉണ്ടായിട്ട് യാതൊരു കാര്യമില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാകാതെ ഈ കാര്യം സാക്ഷാത്കരിക്കാൻ കഴിയില്ല. അപ്പൊ നമുക്ക് വേണ്ടതെന്ന് വെച്ചാല് ഒരു പ്രവൃത്തി ചെയ്യുന്നതിന്റെ ന്യൂറൽ പാത്വേ, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സഞ്ചാരധാര, ഈ പ്രവർത്തന സജ്ജീകരണത്തിന്റെ ധാര നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെ ഒന്ന് ചെയ്താൽ മാത്രമേ ഏതൊരു ശീലവും നമുക്ക് സ്വായത്തമാക്കാൻ കഴിയൂ. വഴി കൂടെ പോകുന്ന ഏത് കാര്യം കണ്ടു കഴിഞ്ഞാലും പ്രതികരിക്കുക എന്നുള്ളത് മലയാളിയുടെ സ്വഭാവമാണ്, പോലെ മനുഷ്യരുടെ സ്വഭാവമാണ്. ഞങ്ങളുടെ നാട്ടില് ഒരു ഇടുമ്പൻ ചേട്ടനുണ്ട്. ഇടുമ്പൻ ചേട്ടനോട് നമ്മൾ രാവിലെ പുള്ളി 5 മണിക്ക് കാപ്പി കുടിക്കാം, അല്ല ചായക്കടയിലേക്ക് ചായ കുടിക്കാം. അപ്പൊ നമ്മൾ കാണുമ്പോൾ വിശേഷം ചോദിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഏട്ടാ ചായ കുടിക്കാനാണോ ചോദിച്ചാൽ ഉടനെ തിരിച്ചു ചോദിക്കുന്ന ചോദ്യം ആണെങ്കിൽ ഈ ചോദിച്ച ആളൊന്നും നിന്നു പോകും. ഈ പകൽ സമയത്താണ് ഇയാളെ കാണുന്നതെങ്കിൽ ചേട്ടാ പണിയൊക്കെ ഉണ്ടോ എന്ന് വിശേഷത്തിന്റെ ഭാഗമായി ചോദിച്ചാൽ ഇല്ലെങ്കിൽ നീ തരുമോ എന്ന് തിരിച്ചൊരു ചോദ്യം ഇട്ടു. നമ്മളാകെ സ്റ്റക്കായി. ഇത്തരം ചോദ്യങ്ങൾ ഞാനീ പറഞ്ഞത് അതിന്റെ ഒരു മൂർത്തിമത് ഭാവത്തെ പറഞ്ഞതാണ്. ഇത്തരം ചോദ്യങ്ങൾ, ഇത്തരം ഇടപെടലുകൾ അല്ലേ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളെ സ്വാധീനിക്കുന്നത്. ഒരു കാര്യത്തെ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോ നമ്മുടെ കൂടെയുള്ള ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളോട് ഇപ്പോ പറയുകയാണ്, നമുക്കൊരു സിനിമ കണ്ടാലോ എന്നൊരു ചോദ്യം ചോദിക്കും. വീട്ടിലുള്ള ആൾ, നമ്മൾ കുറെ തിരക്കിലായിരുന്നു, അയാൾ സിനിമ ഉണ്ട്, ഇത്ര നേരം ചെയ്ത് പണിയൊന്നും തീർന്നിട്ടില്ല, പിന്നെ ഇപ്പോഴാണ് സിനിമ കാണാനിരിക്കുന്നത് എന്നൊരു തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ അയാൾ അവിടെ നിൽക്കും. സിനിമ കാണട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു അല്പനേരം കൂടെ പണിയുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് കണ്ടാൽ പോരെ എന്ന് ചോദിച്ചാല് ഇയാൾ പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട് അതിനെ ഇംപ്രവൈസ് ചെയ്തിട്ട് നമ്മളൊരു കാര്യത്തെ ചെയ്യുകയാണ് ചെയ്യുന്നത്. ബാങ്കിൽ ചെന്നിട്ട് നമ്മൾ ഈ ബാങ്കിലെ സ്ലിപ്പ് എഴുതാൻ നിൽക്കുന്ന സമയത്ത് നമ്മളെ ഈ പേനയില്ലെങ്കിൽ നമ്മൾ അടുത്ത് നിൽക്കുന്ന ആളോട് കൈ നീട്ടിയാൽ അയാൾ ഉടനെ പേന തരും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോട് മറ്റേ ആൾ തരുന്ന തുടർച്ചയായ പ്രവർത്തനമാണ് ആ ഇംപ്രവൈസേഷൻ എന്ന് പറയുന്നത്. വാഹനം കൊണ്ട് റോഡിൽ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ വാഹനത്തെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു അതിനനുസരിച്ച് അപ്പുറത്തുള്ള വാഹനം ഒതുക്കി തരിക എന്നുള്ളത് സാമാന്യ മര്യാദയാണ്, അത് ഇംപ്രവൈസേഷനാണ്. റോഡ് റേജിന്റെ ഭാഗമായിട്ട് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് നീക്കിയാൽ നീ ഇങ്ങോട്ട് നീക്കുമോ എന്ന് കരുതി നേരെ മുമ്പിലേക്ക് നീക്കി തരുന്ന ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്. അപകടം ഉണ്ടാകാൻ അധികം സമയമൊന്നും വേണ്ട. നിത്യജീവിതത്തിലും ഈ റോഡ് ഡൈനാമിക്സ് നമ്മൾ പ്രയോഗിക്കുന്നുണ്ട്. അടുക്കളയിൽ, കിടപ്പുമുറിയിൽ, സ്വീകരണ മുറിയിൽ ഒക്കെ നമ്മൾ വീട്ടിൽ ഉപയോഗിച്ച് തുടങ്ങുന്നുണ്ട്. ഇത് തന്നെ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇത് അല്പം ഭയപ്പെടുത്തും. കാരണം ഞാൻ അങ്ങോട്ടേക്ക് ഇടിക്കാൻ
ഇടിക്കാതിരിക്കുകയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് ഇടി കിട്ടാതിരിക്കുള്ളൂ എന്നുള്ളത് കൊണ്ട്. പക്ഷെ വീട്ടിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല, നമ്മൾ അവിടെയൊക്കെ അങ്ങനെ ആയിത്തീരുന്നുണ്ട്. ഇനി അഥവാ നമ്മൾ നമ്മളെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ പോലും നമുക്കൊരു കാര്യം ചെയ്യണമെന്ന് തോന്നിയാൽ അതിനെ നെഗറ്റീവായിട്ട് കൈകാര്യം ചെയ്യുന്ന സ്വഭാവം നമുക്ക്. ഈ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാൻ എന്താണ് വേണ്ടത് എന്നാണ് പോസിറ്റിവേഷൻ പറയുന്നത്. പോസിറ്റിവേഷൻ എന്നുള്ള പദം നിങ്ങൾ തപ്പിയാൽ കിട്ടില്ല, കാരണം നമ്മൾ ഉണ്ടാക്കിയ പദമാണ്, ശുദ്ധീകരണം എന്നുള്ളത്. നെഗറ്റീവിനെ പോസിറ്റീവാക്കി പരിവർത്തിപ്പിക്കുക എന്ന ആശയമാണ് നമ്മൾ അതിന് കൊടുത്തിട്ടുള്ളത്. ശുദ്ധീകരണം അഥവാ പോസിറ്റിവേഷൻ. നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഇമോഷൻ ഉണ്ടാവുന്നു, നെഗറ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുന്നു, നെഗറ്റീവായിട്ടുള്ള ചിന്ത ഉണ്ടാവുന്നു, നെഗറ്റീവായിട്ടുള്ള പെരുമാറ്റം ഉണ്ടാകുന്നു, നെഗറ്റീവായിട്ടുള്ള ശീലം ഉണ്ടാകുന്നു, നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. ഇതിനെ ശുഭമാക്കി മാറ്റുക. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒരു പ്രാവശ്യം ഒരു അനുഭവത്തിലൂടെ കടന്നു പോയാൽ അത് വ്യവസ്ഥാപിതമാവില്ല, സ്ഥിരമാവില്ല. അത് ആവർത്തിച്ച് ചെയ്യേണ്ടി വരും. അതോ താളം കൂടുതലുള്ളവരാണെങ്കിൽ ഇന്ന് നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും മാറാൻ ഒരുപാട് ആവർത്തനം വേണ്ടി വരും. താളം വളരെ കുറവുള്ളവരാണെങ്കിലോ ഇന്ന് മാറും, പക്ഷെ അത് സ്ഥിരമായി അവരുടെ ഉള്ളിൽ പതിക്കണമെങ്കിൽ അവിടെയും പരിശീലനം വേണ്ടി വരും. അപ്പോ താളം കൂടിയാലും യുക്തി കൂടിയാലും, താളവും യുക്തിയും സമാസമത്തിൽ നിന്നാലും ഒക്കെ പരിശീലനം എന്നുള്ളത് കൊണ്ട് മാത്രമേ ഇത് സാധ്യമാവൂ. ആ പരിശീലനമാണെങ്കിൽ ഈ പറഞ്ഞ 6 തലങ്ങളെയും ഈ 6 തലങ്ങളെയും അഭിസംബോധന ചെയ്യുന്നതായിരിക്കും. അങ്ങനെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രാക്ടീസാണ് പാറ്റേൺ ഷിഫ്റ്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. പാറ്റേൺ ഷിഫ്റ്റ് പ്രോട്ടോകോൾ. ആ പാറ്റേൺ ഷിഫ്റ്റ് പ്രോട്ടോകോളിന്റെ ഭാഗം, അതായത് ക്യൂ ലൈഫ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ക്യൂ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പരിശീലന രീതിയാണ്. ക്വാണ്ടം ലൈഫ് പ്രാക്ടീസ് എന്ന് പറയും, ജീവിത സാധനകളാണ്. അപ്പൊ അതിന്റെ ഒരു ചെറിയ ചരിത്രം കൂടെ പറഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാം. 1981 ഞങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. 1994 ഞങ്ങൾ കൂട്ടുജീവിത കേന്ദ്രം ആരംഭിക്കുന്നത്. അതുവരെ കുട്ടികളായിരുന്നു. ഒന്ന് മുതിർന്ന് ഒറ്റയ്ക്ക് നിൽക്കാനായപ്പോൾ നമ്മൾ കൂട്ടുജീവിത കേന്ദ്രം ആരംഭിച്ചു. അപ്പോ ഈ പ്രകൃതി പരിസ്ഥിതി തുടങ്ങിയ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സാമൂഹ്യ പരിഷ്കരണത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന കുറച്ച് ആളുകൾ നമ്മുടെ കൂട്ടുജീവിതത്തിൽ വന്ന് ജീവിക്കാൻ തുടങ്ങി. ഇടയ്ക്ക് മറ്റു പലരും വരും, ക്യാമ്പുകൾക്കൊക്കെ ആയിട്ട് വരും, കുറെ നാൾ താമസിക്കും. ഈ വരുന്നവരൊക്കെ സാമൂഹ്യ പരിഷ്കരണത്തെയും സമൂഹത്തെ മുഴുവൻ മാറ്റിമറിക്കാനും വേണ്ടി വരുന്നവരാണ്. പക്ഷെ വരുന്നവരൊക്കെ തന്നെ 100 പ്രശ്നങ്ങൾ കൊണ്ടാണ് വരുന്നത്. ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കും, ചിലർക്ക് സാമ്പത്തിക പ്രശ്നമായിരിക്കും, ചിലർക്ക് മാനസിക പ്രശ്നങ്ങളായിരിക്കും. ഇവർക്കെല്ലാം സമൂഹത്തിൽ നന്നാകണമെന്നുണ്ട്, പക്ഷെ അകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ടാണ് വരുന്നത്. ഈ പ്രശ്നങ്ങളെ പരിവർത്തിപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾക്ക് അന്നുള്ള പരിചയം വെച്ച് നമ്മൾ ചില പ്രയോഗങ്ങൾ നടത്തി. ചിലത് പരാജയപ്പെട്ടു, ചിലത് വിജയിച്ചു. പരാജയപ്പെട്ടത് തിരുത്തി, വിജയിച്ചതിനെ ആവർത്തിച്ച്, അങ്ങനെ ചെയ്ത് ഞങ്ങൾക്കും ഒരുപാട് അബദ്ധങ്ങൾ പറ്റി. അതെല്ലാം തിരുത്തി ഇത്രയും വർഷങ്ങൾ കൊണ്ട് നമ്മൾ അത് ഡെവലപ്പ് ചെയ്തു വന്നു. 2004-2006 കാലഘട്ടത്തിലാണ് നമ്മൾ ആ കമ്മ്യൂണിനെ ഗുരുകുലമാക്കി മാറ്റുന്നത്. അതിനുശേഷം അവിടെ പഠനത്തിന് വന്ന ആളുകൾക്ക് നമ്മളത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സിസ്റ്റമാറ്റിക് ഒരു ലേണിംഗ് എന്നുള്ള രീതിയിൽ നമ്മൾ നൽകി. അതിപ്പോ കുറെ ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്നു. അതൊരു സാമ്പത്തിക സംവിധാനമായിട്ട്, സമ്പത്തുണ്ടാക്കാനുള്ള ഒരു പരിശീലന പരിപാടിയായിട്ടല്ല, സാമൂഹ്യ പരിഷ്കരണം ആഗ്രഹിക്കുന്ന ഞങ്ങൾ കൂടെ നിൽക്കാൻ പോകുന്ന ആളുകൾക്ക് നൽകുന്ന പരിശീലനമാണിത്. അങ്ങനെ കൂടെ നിൽക്കാൻ പോകുന്ന ആളുകൾക്ക്, നമ്മുടെ കൂടെ നിൽക്കാൻ പോകുന്ന ആളുകൾക്ക് അവർക്ക് എന്താണോ വേണ്ടത്, അവർക്ക് എന്തു പരിവർത്തനമാണോ വേണ്ടത്, അത് നൽകാൻ വേണ്ടിയാണ് ശുദ്ധീകരണം എന്നുള്ള പരിപാടി. അവരുടെ ജീവിതത്തിൽ പരിഷ്കരണം ഉണ്ടാക്കാൻ എന്തു വേണമോ അത്. അപ്പോ അവനവനെ അറിയുക, അവനവന്റെ പെരുമാറ്റത്തിൽ മാറ്റമുണ്ടാക്കുക, അവനവന്റെ ചിന്തയിലും വിശ്വാസത്തിലും ശീലങ്ങളിലും മാറ്റമുണ്ടാക്കുക, അതുവഴി ശുഭകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ആരോഗ്യകാര്യത്തിൽ നമ്മൾ പ്രയോഗിക്കുന്നുണ്ട്, വൈകാരിക ബുദ്ധിയുടെ കാര്യത്തിൽ പ്രയോഗിക്കുന്നുണ്ട്, പാരന്റിങ്ങിന്റെ കാര്യത്തിൽ ഉപയോഗിക്കുന്നുണ്ട്, ദാമ്പത്യത്തിന്റെ കാര്യത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ പൊതുലോകത്ത് ഒരുപാട് പേർക്ക് താല്പര്യമുള്ള ആണല്ലോ ലോ ഓഫ് അട്രാക്ഷൻ, ആ മേഖലയിൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ കൊറോണ പോലുള്ള കാര്യങ്ങളും ഇനിയിപ്പോ പുതിയ ലോകക്രമം വരുന്ന സമയത്ത് ഉണ്ടാകുന്ന പുതിയ ജീവിതാവസ്ഥകളൊക്കെ ഉണ്ടല്ലോ, ഗ്രിഡിനെ ആശ്രയിച്ച് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നുണ്ടല്ലോ, അതിനെ അതിജീവിക്കാൻ വേണ്ടിയുള്ള അതിജീവന മന്ത്രം എന്നുള്ള ഒരു പരിപാടിയുണ്ട്. അത് കൊറോണ കാലത്തൊക്കെ വളരെയേറെ ആളുകളെ ആകർഷിച്ച ഒരു പരിപാടിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള വ്യത്യസ്ത മേഖലകളിൽ, അതുപോലെ അവനവനെ അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ മടി മാറ്റാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അതുപോലെ ജീവിതത്തിന്റെ ഒട്ടേറെ മേഖലകളിൽ നമുക്കിത് പ്രയോഗിക്കാൻ കഴിയും ഈ പാറ്റേൺ ഷിഫ്റ്റ് പ്രോട്ടോകോൾ എന്നുള്ളത്. അതിൽ ഒന്നാണ്, എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് നെഗറ്റീവായി തീരുക എന്നുള്ളത്. നെഗറ്റീവ് ചിന്തകൾ ഭരിക്കുക, നെഗറ്റീവ് ശീലങ്ങൾ ഭരിക്കുക, നെഗറ്റീവായിട്ടുള്ള വർത്തമാനം ഉണ്ടാവുക എന്നുള്ളതൊക്കെ. അപ്പൊ ഇതിനെ ഈ മനസ്സിന്റെ നേരത്തെ പറഞ്ഞ 6 തലങ്ങളിൽ മാറ്റം വരുത്താൻ വേണ്ടിയുള്ള
ഞങ്ങൾ ക്യൂ ലൈഫിലൂടെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള പ്രാക്ടീസാണ് പോസിറ്റീവേഷൻ. അപ്പൊ ഇതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ ഞങ്ങൾ നിങ്ങൾക്കൊരു ക്ലാസ് എടുത്തു തരുന്നു, നിങ്ങൾ അത് കേട്ടിട്ട് പോകുന്നു. ഒരു പക്ഷേ ക്ലാസ് കേട്ട് കഴിയുമ്പോൾ, ഞാനിപ്പോ ഈ സംസാരം അവസാനിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് പേര് പറയാം, ആ പറഞ്ഞ ചില കാര്യങ്ങളൊന്നും വ്യക്തതയില്ല എന്ന് പറയാം. ചിലർ പറയണം ഇതൊക്കെ ഭയങ്കര ഗംഭീരമായിട്ടുള്ള കാര്യങ്ങളാണ്, എന്തൊരു ആഴത്തിലാണ് ഈ താങ്കൾ സംസാരിക്കുന്നത് എന്നൊക്കെ എന്നെ പൂഴ്ത്തി പറയാം. പരിപാടി കഴിഞ്ഞ് ഈ വിൻഡോ ഓഫ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് 2 തവണ വീട്ടിൽ നിന്ന് നെഗറ്റീവ് വന്നാൽ നിങ്ങളുടെ എല്ലാ സാധനവും പോയി കിട്ടും. ക്ലാസ് കേട്ടത് കൊണ്ടൊന്നും പ്രയോജനം ഉണ്ടാവില്ല. നമ്മൾ ആരെ മോട്ടിവേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ആരെങ്കിലും നന്നായി പോകും തോന്നുന്നുണ്ടോ? ഞാൻ 43 വർഷമായി ഇതേ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ജീവിതത്തിൽ വേറൊന്നുമല്ല ചെയ്യുന്നത്, ഇത് മാത്രമാണ് ചെയ്യുന്നത്. എന്നിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഒരാളെ പോലും എനിക്ക് മാറ്റാൻ പറ്റിയെന്ന്. മാറാൻ തയ്യാറായിട്ടുള്ള ആളുകൾ എന്റെ കൈ അല്ലെങ്കിൽ ഞങ്ങളുടെ കൈ പിടിച്ച് നടന്നപ്പോ, ശീലപരിവർത്തനത്തിന് വേണ്ടി നമ്മൾ കൊടുത്ത സെഷനുകളിലൂടെ കടന്നു പോയപ്പോ അവരിൽ പരിവർത്തനം ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങളെടുത്ത ക്ലാസിന്റെ ഗുണമല്ല, അവർ ചെയ്ത പ്രാക്ടീസിന്റെ ഗുണമാണ്. അപ്പൊ അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇത് വിജയിക്കുള്ളൂ. അല്ലെങ്കിലോ നിങ്ങൾക്ക് ഞങ്ങളെ കുറെ പ്രൈസ് ചെയ്യാൻ പറ്റും, നിങ്ങളിൽ മാറ്റം ഉണ്ടാവില്ല. നിങ്ങളിൽ മാറ്റം ഉണ്ടാവണമെങ്കിൽ ഇതാണ് മാർഗം. അപ്പോ ഈ ഒരു കാര്യം പോസിറ്റീവേഷൻ എന്നുള്ളത്, അതിന് നമ്മൾ എങ്ങനെയാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് എന്നുള്ളത്, സബ്ജക്റ്റുകൾ അതിൽ വളരെ ചുരുങ്ങിയ, നമ്മളിപ്പോ 7 ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ കുറച്ച് കാര്യമാണ്. എന്താണ് ഈ കാര്യം എന്നുള്ളതിനെ കുറിച്ച് ബോധ്യപ്പെടുക, പോസിറ്റീവേഷൻ എന്നുള്ളത് എന്താ ഇതിന്റെ ഒരു പശ്ചാത്തലം എന്നുള്ളത് ബോധ്യപ്പെടുക എന്നുള്ളതാണ് ഒരു ദിവസത്തെ വിഷയം. പിന്നെ ഒരു ദിവസത്തെ വിഷയം എന്നുള്ളത് എങ്ങനെയാണ് പോസിറ്റീവേറ്റ് ചെയ്യുക, ആ പോസിറ്റീവേഷൻ എന്നുള്ള ആ പ്രോസസ് എന്താണ് എന്നുള്ളത്. ഞാൻ അതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത് ഈ പുനഃസ്ഥാപനം എന്ന് പറയുന്ന ജീവന്റെ ഒരു സ്വഭാവമുണ്ട്. ആ പുനഃസ്ഥാപന തത്വം എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നത്, അതിനെക്കുറിച്ചാണ് ഒരു ദിവസം നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ശുദ്ധീകരണ വ്യവസ്ഥയും മനസ്സും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളതാണ് പിന്നീട് 4-ാം ദിവസം സംസാരിക്കുന്നത്. ഈ നീട്ടിവെക്കൽ എന്നൊരു സ്വഭാവം ഉണ്ടല്ലോ, എന്ത് കിട്ടിയാലും അതിനെ നീട്ടിവെക്കുന്ന പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന സ്വഭാവം ഉണ്ടല്ലോ. പ്രൊക്രാസ്റ്റിനേഷനും പോസിറ്റീവേഷനും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് 5-ാമത്തെ ദിവസം സംസാരിക്കുന്നതല്ല, നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. 6-ാമത് നമ്മുടെ സംസാരത്തിൽ നമ്മൾ എങ്ങനെയാണ് ശുഭകരമായ സമീപനം കൊണ്ടുവരിക എന്നുള്ളതാണ് പോസിറ്റീവ് കൺവെർസേഷൻ എന്നുള്ളത് പഠിപ്പിക്കുന്നത്. 7-ാമത്തെ ദിവസം ഈ പോസിറ്റീവേഷനിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ടെക്നിക്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഈ 7 വിഷയങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. പക്ഷേ ഈ വിഷയങ്ങളൊന്നും തന്നെ നിങ്ങൾ കേട്ടില്ലെങ്കിൽ, അതിന്റെ സെഷൻസ് ഓഡിയോ ആയിട്ടുണ്ടാവും, അത് കേട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, ഒന്നും സംഭവിക്കില്ല. അതല്ല നമ്മുടെ രീതി, അങ്ങനെയല്ല നമ്മൾ മുൻപോട്ട് പോകുന്നത്. പകരം നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഇട്ടുതരും. ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, പണ്ട് ചെറുപ്പകാലത്ത് നമ്മൾ ചെയ്തിട്ടുള്ള ചില വിനോദങ്ങളുണ്ട്. ഇപ്പൊ ഇവിടുന്ന് പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് ബസ്സിൽ കയറും KSRTC. എന്നിട്ട് ഒരു തമാശക്ക് നമ്മൾ അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കും, സീറ്റിന്റെ അടിയിൽ എന്തെങ്കിലും കുത്തല് പോലെ തോന്നുന്നു. അതിന്റെ ചകിരിയൊക്കെ ഇങ്ങനെ KSRTC ചകിരി സീറ്റാണ്, അത് ആ ചകിരി കുത്തുന്നതായിട്ട് തോന്നുന്നുണ്ടോ? വെറുതെ ഒന്ന് ചോദിച്ചിട്ട് നമ്മളങ്ങ് ഇരിക്കും. പിന്നെ അയാൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നതാണ് കുറേ നേരത്തേക്ക്. നമ്മൾ തമാശക്കൊപ്പിക്കുന്ന പരിപാടിയാ. ഒരാളോടൊരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യം അയാളുടെ ഉള്ളിൽ ഹുക്ക് ചെയ്യുന്നതാണെങ്കിൽ അതിന് ഉത്തരം കിട്ടുന്നവരെ അയാളുടെ ബോധം അതിന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കും. അയാളെ അസ്വസ്ഥനാക്കുന്ന ചോദ്യം ചോദിച്ചാൽ മതി. ആ കാര്യത്തെയാണ് നമ്മൾ എഫോമേഷൻ എന്ന് പറയാം. ഒരാളെ ഫോം ചെയ്യാനുള്ള ചോദ്യങ്ങൾ. അങ്ങനെയുള്ള ആദ്യത്തെ ദിവസം 20 ചോദ്യങ്ങൾ ഞങ്ങൾ തരും. ആ ചോദ്യങ്ങളിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അതിനുശേഷം എല്ലാ ദിവസവും 3 ചോദ്യങ്ങൾ തരും. 3 എന്റെ ഓർമ്മ, കാരണം ഇത് പഴയൊരു കോഴ്സ് ആയതുകൊണ്ട് ഞാനതിന്റെ ലേറ്റസ്റ്റ് സംവിധാനം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല. അതെ, 3 ചോദ്യങ്ങൾ. ഈ 3 ചോദ്യങ്ങൾ നിത്യേന തരും. ചോദ്യങ്ങൾ നിങ്ങൾ രാവിലെ എഴുതി വെക്കുക, ഉത്തരം എഴുതരുത്. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, ചോദ്യങ്ങൾ രാവിലെ എഴുതി വെക്കുക, ഉത്തരം എഴുതരുത്. ഈ അസ്വസ്ഥമാക്കുന്ന ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. ചോദിച്ച് വൈകുന്നേരം അതിന്റെ ഉത്തരം എഴുതുക. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വളരെ അത്ഭുതത്തോടെ കാണാൻ പറ്റുന്ന ഒരുപാട് ഉത്തരങ്ങൾ അതിനകത്തുണ്ടാവും. നിങ്ങളെ തന്നെ ഞെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങളും അതിനകത്തുണ്ടായി വരും. ഇത് നിങ്ങളെ ഇളക്കും, നിങ്ങളുടെ ഉപബോധത്തെ ഇളക്കും. കാരണം ഇത് ബോധത്തിന്റെ കളിയാണ്, നിങ്ങളുടെ സൂക്ഷ്മബോധത്തെ ഇട്ട് കളിക്കുന്ന കളിയാണ്. അതുപോലെ ഇപ്പൊ ഞാൻ ഇത് ഒരു പ്രാക്ടീസിന്റെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ
നിങ്ങൾക്ക് പോസിറ്റീവ് അഫർമേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കേട്ടിട്ടുണ്ടാവും. നമ്മൾ ശുഭകരമായിട്ടുള്ള ഒരു വാക്യം പറയുന്നതിലൂടെ, നമ്മൾ ആവർത്തിച്ച് പറയുന്നതിലൂടെ അത് നമ്മളെ ബാധിക്കുന്ന കാര്യം. പറയുന്ന വാക്യത്തിന്റെ ആശയം നമ്മളെ ബാധിക്കും. പക്ഷെ ഈ ആവർത്തിച്ച് പറയുന്ന സമയത്ത് അത് ശരിയാണെന്ന് ഉപബോധം ചിന്തിച്ചു തുടങ്ങും, ഉപബോധം ധരിച്ചു തുടങ്ങും. ആ ധാരണയിൽ നിന്നും പിന്നെ നമുക്ക് ജീവിതാനുഭവങ്ങൾ ഉണ്ടായി വരും. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അഫർമേഷനാണ്. പക്ഷെ ഈ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിനും ചില രീതികളുണ്ട്. ആ രീതി എന്ന് പറയുന്നത്, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ അവർലി ചിം എന്ന് പറയുന്ന ഒരു ആപ്പ് കിട്ടും. അത് ഇൻസ്റ്റാൾ ചെയ്യാം. പക്ഷെ അത് ചിലപ്പോൾ നിന്നു പോകും. അതിന് പകരമായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒരു അലാം സെറ്റ് ചെയ്യുക. ഇതിനു വേണ്ടി ഒരു അലാം സെറ്റ് ചെയ്യുക. 6 മണിക്ക്, 7 മണിക്ക്, 8 മണിക്ക്, 9 മണിക്ക്, 10 മണിക്ക്, 11 മണിക്ക്, അങ്ങനെ രാത്രി കിടക്കുന്നത് വരെയുള്ള ആ ഒരു 12-14 മണിക്കൂർ നേരത്തേക്കുള്ള അലാം ഓരോ മണിക്കൂർ സെറ്റ് ചെയ്യുക. ഇതിനൊരു കിളി കരയുന്ന ശബ്ദം അല്ലെങ്കിൽ ഒരു പല്ലി ചലിക്കുന്ന ശബ്ദം അതിന് അലാമിന്റെ മ്യൂസിക് ആയിട്ട് കൊടുക്കുക. ഈ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഉടനെ ഇന്നത്തെ അഫർമേഷൻ ഇതാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പണിയൊന്നും ഇല്ലാതെ ഇരിക്കുകയാണെങ്കിൽ 21 പ്രാവശ്യം പറയുക. പണിയിലാണ് ഇരിക്കുന്നതെങ്കിൽ പണി ഒരു നിമിഷത്തേക്ക് നിർത്തിവെച്ച് ഒരു 6 പ്രാവശ്യം മനസ്സിൽ കൂടെ ഇത് കൊണ്ടുപോകുക. ഇതാണ് അഫർമേഷൻ പ്രാക്ടീസ്. വൈകുന്നേരം മറ്റൊരു രീതിയും കൂടെ ഉണ്ട്. ഞങ്ങൾ തരുന്ന ഒരു മ്യൂസിക്കിനെ ആധാരമാക്കിയിട്ട്, അങ്ങനെയാണെന്നാണ് എന്റെ ഓർമ്മ, ഞങ്ങൾ തരുന്ന മ്യൂസിക്കിനെ ആധാരമാക്കിയിട്ട് ഇത് 21 പ്രാവശ്യം നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ മന്ത്രിച്ചുകൊണ്ട് എഴുതുക. വായ കൊണ്ട് ഉരുവിടണം. നിങ്ങൾ ആ മ്യൂസിക് കേൾക്കണം. ആ മ്യൂസിക് നിങ്ങളുടെ ബ്രെയിൻ വേവിനെ, നിങ്ങളുടെ മസ്തിഷ്ക തരംഗങ്ങളെ 7 ഹെർട്സിന്റെ താഴത്തേക്ക് കൊണ്ടുവരും. ആ സമയത്ത് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറുന്നതെല്ലാം തന്നെ ഉപബോധം അവിടെ സംഭരിച്ചു വെക്കും. അങ്ങനെയുള്ളൊരു സമയത്ത് ഇരുന്ന് എഴുതുക 21 തവണ. ആ എഴുത്ത് നിങ്ങളെ പരിവർത്തിപ്പിക്കാൻ സഹായിക്കും. ഒറ്റയടിക്ക് മാറും എന്ന് വിചാരിക്കേണ്ട. താളബോധമുള്ളവരിൽ അത് വളരെ പെട്ടെന്ന് വർക്ക് ചെയ്യും. യുക്തിബോധമുള്ളവരിൽ അല്ലെങ്കിൽ യുക്തിയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നവരിൽ വളരെ പതുക്കെ വർക്ക് ചെയ്യുള്ളൂ. ചിലപ്പോൾ അത് 108 256 ദിവസങ്ങളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അത് നിങ്ങളുടെ മസ്തിഷ്കത്തിന്റെ ഘടനയ്ക്കനുസരിച്ചാണ്, നിങ്ങളുടെ സിനാപ്സുകളുടെ, ന്യൂറോണുകൾക്കിടയിലുള്ള സിനാപ്സുകളുടെ പ്ലാസ്റ്റിസിറ്റിക്ക് അനുസരിച്ചാണ്. അതിന് നമുക്ക് അതിന്റെ മുകളിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പ്രാക്ടീസ് അതേ ഉള്ളൂ മാർഗം. അപ്പൊ ഇതാണ് അഫർമേഷൻ എന്ന് പറയുന്ന കാര്യം. അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ വിഷയം നിങ്ങൾക്ക് കേൾക്കാനുണ്ടാവും. ആ കേൾവിയിൽ നിന്നും കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കുക. എന്നിട്ട് ആ പോയിന്റുകൾ എഴുതി വെച്ചതിന് ശേഷം സംശയമുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ ആ ഓഡിയോ കേൾക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആവർത്തിച്ച് കേട്ടതിന് ശേഷം 1, 2, 3, 10, 100 തവണ കേട്ടതിന് ശേഷം, കേട്ട് ബോധ്യമായതിനു ശേഷം എന്ത് ബോധ്യമായി എന്ന് എഴുതി പിടിപ്പിക്കുക. വായിച്ചു പോകലാണല്ലോ നമ്മുടെ രീതി. പുനരാവിഷ്കരിക്കാൻ നമ്മുടെ രീതി അല്ലല്ലോ. പക്ഷെ ഇവിടെ നിങ്ങളോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പുനരാവിഷ്കരിക്കണം. ആ പുനരാവിഷ്കാരമാണ് നിങ്ങളുടെ ഉള്ളിലെ ചേഞ്ചസ് ഉണ്ടാക്കുക. അപ്പൊ അതാണ് ഒരു പ്രാക്ടീസ്. ഓക്കെ. പിന്നെ ഈ പറഞ്ഞ 3 ചോദ്യങ്ങൾ. അത് മാത്രമല്ല, ഓരോ ദിവസവും നിങ്ങൾക്ക് ഒരു ചെറിയ ജോലി തരും. ഉദാഹരണത്തിന് നമ്മൾ ആദ്യം പറഞ്ഞ ജോലി ഉണ്ടല്ലോ, അത് ഉദാഹരണമായിട്ട് എടുക്കുക. ഇന്ന് ആരെ കണ്ടാലും അവരുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുക. 1-ാം ദിവസത്തെ ഈ നിങ്ങളുടെ പരിശീലനത്തിൽ വരുന്നത് അങ്ങനെയല്ല, ഞാൻ നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് പറയാം. അപ്പൊ 1-ാം ദിവസം നിങ്ങളോട് പറയുന്നു, ഇന്ന് ആരെ കണ്ടാലും പുഞ്ചിരിക്കുക എന്ന്. കേൾക്കുമ്പോൾ രസമാണ്, ചെയ്തു കൂട്ടാൻ അത് അത്ര എളുപ്പമല്ല ആരെ കണ്ടാലും പുഞ്ചിരിക്കുക എന്നുള്ളത്. 2-ാം ദിവസം നിങ്ങൾക്ക് തരും, ഇന്നലെ പുഞ്ചിരിച്ചതുപോലെ പുഞ്ചിരിക്കുക. ഇന്ന് പുഞ്ചിരിക്കുന്നവരെ നോക്കി ഒന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുക, അവർക്ക് നന്മ വരണമെന്ന് പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള ടാസ്കുകൾ, അല്ലെ ഇത് ശരിക്കും പറഞ്ഞ പെരുമാറ്റങ്ങളാണ്. ക്ഷമിക്കുക, ടാസ്ക് എന്ന് പറഞ്ഞതിന് സ്ഥാനത്ത് പെരുമാറ്റം എടുക്കുക. നിങ്ങൾ എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യത്തിന് ഓരോ ദിവസവും ഇതുപോലുള്ള പുഞ്ചിരിക്കുക, പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ഓരോ പെരുമാറ്റങ്ങൾ നിങ്ങൾക്ക് തരും. ഈ പെരുമാറ്റം രാവിലെ മുതൽ വൈകുന്നേരം വരെ തുടരണം. വിട്ടുപോകരുത്. വിട്ടുപോയാൽ ഓർമ്മ വരുന്ന സമയം തന്നെ വീണ്ടും അതിലേക്ക് തിരിച്ചു വരണം. അടുത്തതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ടാസ്ക് എന്ന് പറയുന്നത്, ഇപ്പൊ ഈ കോഴ്സിൽ വരുന്നതാകണം എന്നില്ല. നിങ്ങൾക്ക് ഉദാഹരണത്തിന് ഒരു കാര്യം പറയാം. ഇന്ന് നിങ്ങളുടെ മേശപ്പുറം മുഴുവനായിട്ടും കാലിയാക്കിയിട്ട് ആദ്യം മുതൽ അത് മുഴുവൻ തുടച്ചു വൃത്തിയാക്കിയിട്ട് ആദ്യം മുതൽ നിങ്ങളുടെ മേശപ്പുറം ക്രമീകരിക്കുക. ഇതാണ് ഇന്നത്തെ ടാസ്ക്. ആ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഭോജ്യം, ഉദാഹരണത്തിന് പൈനാപ്പിൾ ജ്യൂസ്, ഇത് കഴിഞ്ഞതിന് ശേഷം കുടിക്കുക. അതായത് മേശ വൃത്തിയാക്കുക,
ക്രമീകരിക്കുക, സുന്ദരമായി ക്രമീകരിക്കുക. ക്രമീകരിച്ച് കഴിഞ്ഞു എന്നതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭോജ്യമായിട്ടുള്ള ഒന്ന് അത് നിങ്ങൾ ഡിഫൈൻ ചെയ്യണം. അപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നു പൈനാപ്പിൾ ജ്യൂസ് ആണ്, പൈനാപ്പിൾ ജ്യൂസ് കുടിക്കുക. ഇത് ഏതൊക്കെ ബോധതലത്തിൽ മാറ്റം വരുത്തുമെന്നുള്ളത് അനുഭവിച്ച് ബോധ്യമാവുക. കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ ഇത് ചെയ്യാതിരിക്കുക, ഈ പ്രാക്ടീസ് ചെയ്യാതിരിക്കുക. മാറണം എന്നുണ്ടോ? ഇത് ചെയ്യുക, ഇത് തന്നെ ചെയ്യുക, എങ്കിൽ മാറ്റം ഉണ്ടാവുമെന്ന് വെച്ചാൽ കൊലകൊമ്പന്മാരെ വരെ തിരിച്ചു വെച്ചിട്ടുള്ള പ്രാക്ടീസാണിത്. അപ്പൊ ഇതാണ് ടാസ്ക്. അതിനു മുമ്പ് ഞാൻ പറഞ്ഞു പുഞ്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞ അതുപോലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിയുക? എല്ലാ ദിവസവും രാവിലെ നിങ്ങളുടെ വാട്സപ്പിൽ, എല്ലാ ദിവസവും രാവിലെ വെച്ചാൽ 12 മണിക്ക്, വെളുപ്പിനെ 12 മണിക്ക് മുമ്പായിട്ട് പിറ്റേ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സെറ്റായിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു തരും. ഇന്നത് ചെയ്യണം എന്നുള്ളത്. ഇത് നിങ്ങൾ രാവിലത്തെ ഒരു അരമണിക്കൂർ കൊണ്ട് ചെയ്യുക. ഈ ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു വർക്ക് ബുക്ക് ഞങ്ങൾ PDF ആയിട്ട് അയച്ചു തരും. ആ വർക്ക് ബുക്ക് പ്രിന്റ് ഔട്ട് എടുക്കണം. എന്നിട്ട് നിങ്ങളുടെ വ്യക്തിത്വത്തിന് നിങ്ങൾ എത്ര പ്രാധാന്യം കൊടുക്കുന്നോ അതിനനുസരിച്ച് നിങ്ങൾ അതിനെ ബൈൻഡ് ചെയ്യുക. നിങ്ങളുടെ വ്യക്തിത്വം എന്നുള്ളത് വെറും കടലാസ് പോലെയാണ്, ഒരു വിലയില്ലാത്തതാണെങ്കിൽ നിങ്ങൾ ആ പ്രിന്റ് ഔട്ട് എടുക്കണമെന്ന് പോലുമില്ല. അതല്ല, നിങ്ങൾക്കൊരു രേഖപ്പെടുത്തൽ ആവശ്യമാണെന്ന് തോന്നിയാൽ നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുക്കുക. അത് അടുക്കും ചിട്ടയോടെ ആയിരിക്കണം തോന്നിയാൽ അതിനെ ബൈൻഡ് ചെയ്യുക. അത് സുന്ദരമായിരിക്കണം എന്ന് കരുതുന്നുണ്ടെങ്കിൽ അതിനെ നല്ല രീതിയിൽ ഇപ്പൊ കാലിക്കോ ബൈൻഡോ അല്ലെങ്കിൽ സ്പൈറൽ ബൈൻഡോ ചെയ്യുക. നിങ്ങളുടെ വ്യക്തിത്വം എങ്ങനെ ആയിത്തീരണം നിങ്ങൾ വിചാരിക്കുന്നു അതിനനുസരിച്ച് നിങ്ങൾ അതിനെ ബൈൻഡ് ചെയ്യുക. ഓക്കെ, ഇത് ഞങ്ങൾക്ക് തരുന്ന മറുപടി അല്ല നിങ്ങളുടെ. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തോട് കാണിക്കുന്ന ആദരവാണ്. നിങ്ങൾക്ക് നിങ്ങളോട് തോന്നുന്ന ആദരവിനനുസരിച്ച് നിങ്ങൾ അത് ചെയ്യുക. ഓക്കെ, ഈ വർക്ക് ബുക്കിലാണ് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എഴുതേണ്ടത്. അതായത് നിങ്ങൾ വാട്സപ്പിൽ കിട്ടുന്ന കാര്യങ്ങൾ, ഇന്നത്തെ നിർദ്ദേശം നിങ്ങൾ അതിനകത്ത് എഴുതണം. ഇന്നത്തെ ചോദ്യങ്ങൾ അതിനകത്ത് എഴുതണം. ഇന്നത്തെ പെരുമാറ്റം അതിനകത്ത് എഴുതണം. ഇന്നത്തെ ടാസ്ക് നിങ്ങൾ എഴുതണം. അതിനുശേഷം ഈ വർക്ക് ബുക്ക് നിങ്ങൾ എടുത്ത് സേഫായിട്ട് വെച്ചതിന് ശേഷം നിങ്ങളുടെ ജോലികൾക്ക് പോവുക. വൈകുന്നേരം വന്നതിന് ശേഷം ഇതെല്ലാം എത്രത്തോളം പ്രാക്ടീസ് ചെയ്തു എന്നുള്ളത് ആ വർക്ക് ബുക്കിന്റെ ബാക്കിയുള്ള ഭാഗത്ത് എഴുതി പിടിപ്പിക്കുക. അവിടെയും കുറച്ച് ധ്യാനങ്ങൾ ഉണ്ടാവും, കേൾക്കാനുണ്ടാവും. അവിടെയും ഒരു 10-20 മിനിറ്റ് നിങ്ങൾ അതിനുവേണ്ടി സമയം ചെലവാക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് അതിന്റെ ചിത്രം എടുത്ത് നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. ഞാൻ പറയാം എന്താണ് ഡിസ്കഷൻ ഗ്രൂപ്പ് എന്നുള്ളത് പറയാം. അതിൽ പോസ്റ്റ് ചെയ്യാം. എന്നിട്ട് അവിടെയുള്ള മറ്റാളുകൾ എന്തൊക്കെയാ പോസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കുക. അതാണ് കമ്മ്യൂണിറ്റി വിനിമയം എന്ന് പറയും. അവിടെ നിങ്ങൾ വല്ല തമാശകളോ ഒക്കെ പറഞ്ഞിട്ട് അവിടെയുള്ള ആളുകളോട് കുറച്ച് കുശലം പറഞ്ഞതിന് ശേഷം രാത്രി ഒരു പ്രത്യേക സംഗീതം കേട്ടുകൊണ്ട് കിടന്നുറങ്ങുക. ആ പ്രത്യേക സംഗീതം എന്ന് പറയുന്നത് യോഗനിദ്രയാണ്. പ്രവേശക ധ്യാനം എന്ന് പറയുന്ന ഒരു സംഗീതം ഉണ്ടായിരിക്കും. അത് കേട്ടുകൊണ്ട് കിടന്നുറങ്ങുക. ഇത് നിങ്ങൾ 7 ദിവസം പ്രാക്ടീസ് ചെയ്യാൻ ആണ് ഞങ്ങൾ ഇവിടെ കോഴ്സ് ഒരുക്കിയിട്ടുള്ളത്. ഇത് നിങ്ങൾ 21 ദിവസം ഏറ്റവും ചുരുങ്ങിയത് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ സമ്പൂർണ്ണ മാറ്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ 108 ദിവസം പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഈ പ്രാക്ടീസ് ആവർത്തിച്ചു കൊണ്ടേയിരിക്കാം. എത്ര ആവർത്തിക്കുന്നോ അത്രയും മാറ്റങ്ങൾ ഉണ്ടാവും. നേരത്തെ ഇവിടെ ബീന പറഞ്ഞല്ലോ, പുള്ളിയുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾക്ക് നിദാനമാകുന്നത് ഈ ഒരു പ്രാക്ടീസ് ആണെന്ന്. ഈ രീതിയിലുള്ളൊരു മാറ്റത്തിന് അത് കാരണമാകും. നിങ്ങൾ ഇതിൽ 1% ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 1% റിസൾട്ട് ഉണ്ടാവും. 100% ചെയ്താൽ 100% റിസൾട്ട് ഉണ്ടാവും. എനിക്ക് 100% ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ ഇടയ്ക്ക് ഡ്രോപ്പ് ചെയ്യരുത്. അഥവാ നിങ്ങൾക്ക് പെട്ടെന്ന് അടുത്ത വീട്ടിൽ ഒരാൾ മരിച്ചു, അന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ, അന്നത്തെ ദിവസം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 3-ാം ദിവസം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാണ്ടായി. അപ്പോൾ 2-ാം ദിവസമാണ് കഴിഞ്ഞ ദിവസം ചെയ്തത്, ഇന്ന് 3-ാം ദിവസം, ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ല. പിറ്റേ ദിവസം ചെയ്യുമ്പോൾ ഈ 2-ാം ദിവസത്തെ ആദ്യം ചെയ്യുക, എന്നിട്ട് 3-ാം ദിവസത്തെ അതിന്റെ പിറ്റേ ദിവസം ചെയ്യുക. അങ്ങനെ ചെയ്തു പോവുക. ഒരു 2 ദിവസം വൈകിയത് കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വരാനില്ല. പക്ഷെ ആ തുടർച്ച നഷ്ടപ്പെടുത്താതിരിക്കുക. അപ്പൊ ഇതാണ് പ്രാക്ടീസിനെ കുറിച്ച് പറയാനുള്ളത്. റിസൾട്ട് എന്നുള്ളത് നിങ്ങൾക്ക് ചെയ്യുന്നതിനനുസരിച്ച് കിട്ടും. ഞങ്ങൾ എടുക്കുന്ന ക്ലാസ്സുകൾക്കനുസരിച്ചല്ല നിങ്ങൾക്ക് കാര്യങ്ങൾ കിട്ടുക. നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു എന്നതിനനുസരിച്ച്. ഇനി എങ്ങനെയാണ് ഇതിന്റെ പ്രാക്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഫീ അടച്ച ആളുകളെ മുഴുവൻ നമ്മൾ ഒരു പോസ്റ്റിംഗ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ആ പോസ്റ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അഡ്മിൻ ഓൺലി ആണ്. നിങ്ങൾക്ക് അതിനകത്തൊന്നും എഴുതാൻ കഴിയില്ല. അവിടെ എല്ലാ ദിവസവും ഞങ്ങൾ തരുന്ന നിർദ്ദേശങ്ങൾ മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക. അവിടെ നിങ്ങൾ എല്ലാവരും കൊണ്ട് ഓരോന്ന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് തപ്പി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പോസ്റ്റിംഗ് ഗ്രൂപ്പിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഗ്രൂപ്പിന്റെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ അവിടെ ഒരു ലിങ്ക് കാണും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഡിസ്കഷൻ ഗ്രൂപ്പിലെത്തും. അതൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ്. ക്ഷമിക്കുക.
ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലാണ് നിങ്ങളുടെ പോസ്റ്റിങ്ങുകളും നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കേണ്ടതും നിങ്ങളുടെ അനുഭവങ്ങൾ പറയേണ്ടതും നിങ്ങളുടെ തമാശ പറയേണ്ടതും നിങ്ങളുടെ കൂടെയുള്ളവരോട് സംവദിക്കേണ്ടതും ഒക്കെ അവിടെ ഇരുന്നു കൊണ്ടാണ്. അപ്പൊ അതിലൂടെ പോയിക്കൊണ്ടിരിക്കുക. ഇന്ന് ഞായറാഴ്ച, ഈ ഞായറാഴ്ച നമ്മൾ പരിപാടി തുടങ്ങുന്നു. ഇതുപോലെ അടുത്ത ഞായറാഴ്ചയും ഇതേ സമയത്ത് ഇതേ ലിങ്കിലൂടെ നിങ്ങൾക്ക് കയറാം. അവിടെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ പറയാം, നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. ഇത് എല്ലാ ഞായറാഴ്ചകളിലും ഉണ്ടാവും. നിങ്ങൾ ഈ കോഴ്സിന്റെ കാലം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കാം. ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന കാര്യങ്ങളെല്ലാം സ്വാംശീകരിക്കാം. നിങ്ങൾക്ക് വീണ്ടും എപ്പോഴെങ്കിലൊക്കെ പ്രാക്ടീസ് ചെയ്യേണ്ട സമയത്ത് അവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യാം. അതിനൊന്നും പ്രത്യേകിച്ച് ഫീ തരേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രോഗ്രാം നമ്മൾ സൗജന്യമായിട്ട് നൽകരുത് എന്നൊരു കാര്യം ഉള്ളത് കൊണ്ട്, ഞങ്ങൾ നേരത്തെ ഒരുപാട് കാലം 10-30 കൊല്ലം ഞങ്ങൾ സൗജന്യമായിട്ട് കൊടുത്തിരുന്ന കാര്യമാണ്. ഇപ്പൊ അത് സൗജന്യമാകരുത് എന്ന് പറയുന്നത് അതിന്റെ ചില കാർമിക് ആയിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഫീ വാങ്ങിക്കുന്നു. ഈ ഫീ അല്ല വാങ്ങേണ്ടത്. നമ്മളിപ്പോ 499 രൂപ പറഞ്ഞു. ഇതിന്റെ 10 ഇരട്ടി 4999 രൂപ വാങ്ങിച്ചാലും അത് കുറവാണ്. കുറഞ്ഞ ഫീ ആണ് നമ്മൾ വാങ്ങിക്കുന്നത്. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇത് മാറ്റം വന്നവർക്ക് അത് മനസ്സിലാവും. അപ്പോ നിങ്ങൾ ഫീ തരിക എന്നുള്ളത് ഈ ദക്ഷിണയുടെ ഭാഗമായിട്ട് ചെയ്യുക. അത് നിങ്ങൾ ഫീ എവിടേക്കാ തരുന്നതെന്ന് അറിയാം. ഗ്രീൻ ക്രോസ് ഫൗണ്ടേഷനിലേക്കാണ് അത് പോകുന്നത്, അല്ല ഞങ്ങളുടെ ആരുടെയും പോക്കറ്റിലേക്കല്ല പോകുന്നത്. അപ്പോ ഈ രൂപത്തിലാണ് നമ്മൾ അതിനെ ക്രമീകരിച്ചിട്ടുള്ളത്. ഇനി ഇതിനെങ്ങനെ എന്തൊക്കെ ചെയ്യണം, ഈ പറഞ്ഞതിൽ എന്തൊക്കെ ആശയ വ്യക്തതയുടെ കുറവുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നതിന് മറുപടി തരുന്നതിലൂടെ നമുക്ക് നിർവഹിക്കാം. ഓക്കെ, അപ്പോ പുതുതായി വന്നവരൊന്ന് പരിചയപ്പെടുത്തുക. പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കുക. പിന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ പേരും ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് ബോധ്യമായി എന്നുള്ളത് പറഞ്ഞിട്ട് വേണം പോകാൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ അവതരണം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി ചോദ്യോത്തരത്തിലേക്ക് പോവാം. നന്ദി, നമസ്കാരം.